أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ادخلوا الجنة أنتم وأزواجكم تحبرون يطاف عليهم بصحاف من ذهب وأكواب وفيها ما تشتهيه الأنفس وتلذ الأعين وأنتم فيها خالدون. സ്നേഹമുള്ള സഹോദരിമാരെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ വനിതകൾക്ക് വേണ്ടി മാത്രമായി സംഘടിപ്പിക്കുന്ന മണ്ഡലം സമ്മേളനങ്ങൾ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കാവനൂർ മണ്ഡലത്തിൻ്റെ വനിതാ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇസ്ലാമികമായ ഒരു കുടുംബം എന്ന നിലക്ക് നമ്മുടെ ശ്രദ്ധയിലുണ്ടാവേണ്ട ധാരാളം കാര്യങ്ങളിൽ ചില സുപ്രധാനമായ കാര്യങ്ങളെന്ന് തോന്നിയ ചില കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്ക് നമ്മളിങ്ങനെ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിതത്തിൽ എപ്പോഴും ആയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒരു കേന്ദ്രമാണ് നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ. വീട്ടിലാണ് നമ്മുടെ എല്ലാ സന്തോഷങ്ങളും നിലകൊള്ളുന്നത്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലുമാണ്. ശരിക്കും നമ്മുടെ വീട്ടിലാണ് നമ്മളെപ്പോഴും. സാധാരണ ഭാര്യമാർ പറയും നിങ്ങളവിടെ കിട്ടില്ല പറയും, തീരെ നിങ്ങളവിടെ വീട്ടിൽ കിട്ടൂല, നിങ്ങൾക്ക് എപ്പോഴും തിരക്കാണ് പറയും. അതേപോലെ തന്നെ ഭർത്താക്കന്മാർ വന്നാൽ അവർ പറയും എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ നേരല്ല, ഞാനിവിടെ വന്നിട്ടിപ്പോൾ എന്താ എന്നാണ് സാധാരണ ചോദിക്കുക. അപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നതും വിചാരിക്കുന്നതും വീട്ടിലല്ല എന്നാണ്. വീട്ടിലാണ് എപ്പോഴും. ഗൾഫിൽ ഒരു പ്രവാസിയായി ജീവിക്കുന്ന ഒരു കുടുംബനാഥൻ പോലും അയാൾ ഗൾഫിലാണെങ്കിലും വീട്ടിലാണ് എന്ന് പറഞ്ഞാൽ വീടാണ് നമ്മുടെ മനസ്സിലെപ്പോഴും. വീടാണ് നമ്മുടെ മനസ്സിലെപ്പോഴും. വീടിനെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെന്ത് ചെയ്യും? സാധാരണഗതിയിൽ കുട്ടികൾ വരും, വാപ്പ പോകുമ്പോൾ ഉമ്മ പോകുമ്പോൾ, അപ്പോൾ ഞാനിപ്പോൾ വരും മോനെ, അല്ലെങ്കിൽ വൈകുന്നേരം വരും, ഞാൻ ഇങ്ങോട്ടേക്ക് വരാനാണ് പോകുന്നത്. അതായത് നമ്മൾ അവിടെ തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എന്താ പ്രയാസം? ഇപ്പോൾ നിങ്ങളൊക്കെ ഒന്നൊരു പരിപാടിക്ക് വേണ്ടി പോരുമ്പോൾ നമുക്ക് വീടൊന്ന് പൂട്ടി ഇറങ്ങണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വീടെന്ന്. കാരണം നമ്മൾ വീട്ടിലാണ് എപ്പോഴും. വീടിന്ന് പുറത്തു പോവുക നമുക്ക് സാധ്യമേ അല്ല. സാധ്യമാണെങ്കിൽ പെട്ടെന്ന് താക്കോലെടുത്തിട്ടാണ് പൂട്ടി പോകാൻ പോരെ, പറ്റൂല. നമുക്ക് വീട്ടിൽ നിന്ന് പോരാൻ പറ്റൂല. നമ്മൾ വീട്ടിലാണുള്ളത്.
ഇനി വീട്ടിൽ തിരിച്ചെത്തിയാലോ നമ്മൾ എത്ര സമയം ഇന്ന് വീട്ടിലില്ലാതിരുന്നോ ആ പണി കൂടെ കൂടുതൽ ചെയ്തുകൊണ്ടേ നമുക്ക് ഇനി വീട്ടിൽ പുതിയ ഒരവസ്ഥ വൈകുന്നേരം ആരംഭിക്കാൻ പറ്റുള്ളൂ. ഒരു പകൽ വിട്ടു നിന്നതിൻ്റെ എല്ലാ കടവും തീർത്തിട്ടേ നമുക്ക് അടുത്തൊരു പരിപാടിയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. വീട്ടിലാണ് എല്ലാവരും, വീട്ടിലാണ് എപ്പോഴും, വീടാണ് നമ്മുടെ എല്ലാം. പക്ഷേ ആ വീട്ടിലേക്ക് എത്തണമെന്ന് മനസ്സിൽ ആഗ്രഹമില്ലാതാകുന്ന അവസ്ഥയോ, വീട്ടിൽ കണ്ട് പോകാൻ വയ്യ എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. അതേപോലെ തന്നെ ഒന്നിപ്പിടുന്ന് എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ പറ്റിയെങ്കിൽ എന്ന് വിചാരിക്കുന്ന കുടുംബിനികളുമുണ്ട്. നമുക്ക് ഏറ്റവും വലിയ ജീവിത സന്തോഷമെന്ന് പറയുന്നത് വീടാണ്, കുടുംബമാണ് എന്ന് പറയുന്നത് കുടുംബജീവിതം പറയുന്നത് കൊണ്ടൊരു മുഖവുര പറയുമായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം അള്ളാഹു സ്വർഗത്തിലെ സുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തിൻ്റെ സുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ പഴങ്ങളെക്കുറിച്ചും അവിടുത്തെ അലങ്കൃതമായ കട്ടിലുകളെക്കുറിച്ചും പൊട്ടി ഒഴിപ്പിക്കുവാൻ പറ്റുന്ന അരുവികളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അള്ളാഹു ആദ്യം പറയുന്നൊരു വാക്കെന്താ അറിയോ? ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ. സ്വർഗത്തേക്ക് കടന്നു വരൂ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും, നിങ്ങൾ സന്തോഷത്തോടുകൂടെ നിങ്ങളും നിങ്ങളുടെ ഇണകളും ഇവിടെ കഴിഞ്ഞുകൊള്ളൂ എന്നാണ്. അപ്പോൾ കുടുംബജീവിതം നയിക്കാനാണ് സ്വർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു പറയണത്. കുടുംബജീവിതമാണ് ഒരു നിങ്ങളുടെ ഇണകളോടൊപ്പം നല്ലൊരു ദാമ്പത്യം ജീവിതം നിങ്ങൾ നയിച്ചു. അപ്പോൾ അതാ സ്വർഗം. അപ്പോൾ സ്വർഗത്തിൽ എന്താ? സ്വർഗത്തിൽ ഭാര്യമാരും ഇണകളും ഭർത്താക്കന്മാരും ഒന്നിച്ച് സുഖമായി സന്തോഷത്തോടെ. അവിടെ ഭർത്താവിന് പ്രത്യേകിച്ച് ജോലിയില്ല, ഭാര്യയ്ക്കും ജോലിയില്ല. എൻ്റെ ആകെ ഒരു ജോലി അവിടെ ഉള്ളൂ, സുഖം അനുഭവിക്കുക, രസം അനുഭവിക്കുക. അതാണ് സ്വർഗത്തിലെ ജോലി. എല്ലാവരും സുഖിക്കുക എന്ന പണിയാണ് സ്വർഗത്തിലുള്ളത്. അതിൽ കുടുംബമായി നിങ്ങൾ സ്വർഗത്തിലേക്ക് വരൂന്ന്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് എന്തെല്ലാം നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ തടസ്സമായി ഉണ്ടോ, ഭർത്താവിൻ്റെ സ്വഭാവ തകരാറുകൾ, ഭാര്യയുടെ സ്വഭാവ തകരാറുകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, രോഗപരമായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ കുടുംബജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ പരിഹരിച്ചിട്ട് സ്വർഗത്തേക്ക് പറഞ്ഞയക്കണം. അവിടെ കുടുംബപരമായ സന്തോഷമാണ്. അവിടുത്തെ അലങ്കൃതമായ കട്ടിലുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയാണ്. മുത്തഖീന അലൈഹ മുതഖാബിലീൻ. അവർ പരസ്പരം തിരിഞ്ഞിരുന്നു കൊണ്ട് സംഭാഷണങ്ങൾ നടത്തിയിരിക്കുകയാണ് സ്വർഗത്തിൽ. ഇത് സ്വർഗത്തിലെ സുഖമാണ്. അതുകൊണ്ടാണ് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്, യുതാഫു അലൈഹിം ബിസിഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബ്. അവിടെ സ്വർണ്ണത്തളികകളുണ്ട്, അവിടെ സ്വർണ്ണത്തളികകളുണ്ട്, അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ കോപ്പകളുണ്ട്. എന്നിട്ടോ വഫീഹാ മാ തസ്തഹീൽ അൻഫുസു വതലദ്ദുൽ അഅയുൻ. മനസ്സ് കൊതിക്കുന്നതെല്ലാം അവിടെ കിട്ടും. കണ്ണിന് ആനന്ദം നൽകുന്ന കാഴ്ചകളുണ്ട് അവിടെ. വഅൻതും ഫീഹാ ഖാലിദൂൻ. കുടുംബത്തോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? ഈ സുഖങ്ങളൊക്കെ അനുഭവിച്ച് സന്തോഷത്തോടെ ഇവിടെ കഴിഞ്ഞുകൊള്ളൂ എന്നാണ് പടച്ചോൻ പറയാം. അപ്പോൾ ഞാൻ പറയുന്നത്, സ്വർഗത്തിലെ സുഖം ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബം ഇപ്പം നമുക്കുണ്ടല്ലോ അല്ലേ? മിക്കവാറും ആളുകൾ വിവാഹിതരാണ്, ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവരാണ്. അപ്പം ആ കുടുംബം ഇപ്പോഴുണ്ട്. സ്വർഗത്തിലെ സുഖം സാധ്യമായില്ലെങ്കിലും സഹോദരിമാരെ, സ്വർഗത്തിലെ സുഖം സാധ്യമായില്ലെങ്കിലും കുടുംബത്തിന് ചില സുഖങ്ങളുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്കെന്തുകൊണ്ട് ആ സുഖത്തിന് വേണ്ടി പരിശ്രമിച്ചുകൂടാ? അതാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്. സ്വർഗത്തിലൊരു സുഖം എന്നതിന് എണ്ണി പറയുമ്പോൾ സ്വർഗത്തിൽ മുന്തിരി ഉണ്ടെന്ന് പറയുന്നു. അവരാണല്ലേ ഖുർആനിൽ സ്വർഗത്തിൽ മുന്തിരി ഉണ്ടെന്ന് പറയും. എന്തായിരുന്നാലും സ്വർഗത്തിലെ മുന്തിരി അല്ല ഇവിടെ ഉള്ളതെങ്കിലും മുന്തിരി എന്ന് പറയുന്ന പഴത്തിൻ്റെ ഒരു രുചിയെക്കുറിച്ച് എന്തായിരുന്നാലും നമുക്കറിയുമല്ലോ. അപ്പം അതിനൊരു സുഖമുണ്ട് നമുക്കറിയാം. അപ്പോൾ കുടുംബം എന്നതിനൊരു ആനന്ദവും ഒരാഹ്ലാദവും ഉണ്ടെങ്കിൽ, അത് സ്വർഗത്തിലെ ഒരു സുഖമായി അള്ളാഹു എടുത്തു പറയുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബ സുഖം നമുക്കെന്തുകൊണ്ട് നേടിക്കൂടാ? നേടാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേടാൻ പറ്റുന്ന വിശ്വസിക്കും. ഞാനത് പറയാൻ കാരണം വെച്ചപ്പോൾ ഞാനിപ്പോൾ ഒരു വിസിറ്റ് പോയി തിരിച്ചു വന്നതാണ്. ഇപ്പോൾ കുറഞ്ഞ ദിവസത്തേക്ക് ഒരു ഗൾഫിലൊരു യാത്ര. അപ്പോൾ എത്രയോ വർഷങ്ങളായി കുടുംബ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് നമ്മളെത്ത് വരുന്ന ചില ആളുകളൊക്കെ നമ്മൾ അവിടെ വെച്ച് കാണും. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു കുടുംബ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു കുടുംബത്തിൽപ്പെട്ട 3 ആളുകൾ എന്നെ വന്ന് കണ്ടു. ഞങ്ങൾ ഓർമ്മ ഉണ്ട് വെച്ച്, നമുക്ക് ഓർമ്മയില്ല.
അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു പെങ്ങളുടെ വാപ്പുണ്ട്, പിന്നെ മക്കളുണ്ട്, ആൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ പറയും, എൻ്റെ മകളുടെ അല്ലെങ്കിൽ പിന്നെ ബ്രദേഴ്സ് പറയുന്നത് ഞങ്ങളുടെ പെങ്ങളുടെ ഒരു കാര്യമായിട്ട് ഞങ്ങൾ നിങ്ങളടുത്ത് വന്നിരുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് അവർ വളരെ സന്തോഷത്തിലാണ്, വളരെ ആഹ്ലാദത്തിലാണ്. എപ്പോഴാണ് നമ്മളടുത്ത് വരിക നിങ്ങൾ? ഇനി മുന്നോട്ട് പോകില്ല, ഡൈവേഴ്സ് ആവുക എന്ന് അറിയുമ്പോഴല്ലേ ഈ വരുന്നത്. ഡൈവേഴ്സ് ആവാൻ വേണ്ടി വെച്ച ഒരു വിവാഹം അത് മാറിപ്പോൾ അവർ സമാധാനത്തോടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ എത്ര സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ അത് എന്തുകൊണ്ടാണ് സാധ്യമായത്? എന്തുകൊണ്ട് സാധ്യമായത്? ഒരു കുടുംബം നന്നായി പോവാൻ എന്തു വേണമെന്ന് നമുക്ക് നമ്മുടെ ദീനിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിനിപ്പോൾ നമുക്ക് വലിയ മനഃശാസ്ത്രജ്ഞന്മാരെ ആൾക്കാരൊന്നും കാണണം. നമ്മൾ ദീനനുസരിച്ച് കുടുംബത്തിനെ കുറിച്ച് എന്തൊക്കെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മളെ കുടുംബത്തിൽ ഉണ്ടായാൽ മതി. അതറിയാത്ത ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോഴല്ലേ ഒരു കുടുംബം നേരാവണത്. അല്ല വേറെ ഇപ്പം എന്താ നമ്മൾ ചെയ്യണത്? നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന ഒരു കുടുംബം നേരായി പോകണം എന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവും ഒരു കുടുംബത്തിൽപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ഇതുവരെ ഒരു കുടുംബ പ്രശ്നമായി വന്ന ഒരൊറ്റ ഭാര്യയ്ക്കും ഒരൊറ്റ ഭർത്താവിനും ഇത് നന്നായി പോയില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടാകും എന്ന് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതവർക്കറിയാം. ഈ കുടുംബം നന്നായി പോയില്ലെങ്കിൽ പ്രശ്നമാണെന്ന കാര്യം അവർക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? അറിയാം. അപ്പോൾ അതല്ലല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കണേ. പിന്നെ അവർക്ക് അറിയാത്ത എന്താ? ഈ കുടുംബം നല്ല നിലക്ക് പോകാൻ ഞങ്ങൾ എന്തൊക്കെ പാലിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്ന ഇസ്ലാമിക നിയമങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നേരാവുന്നത്. അതല്ലാതെ കാര്യം തീർത്തും വിവാഹമോചനം നടത്തി വീട്ടിലിരുന്നാൽ എന്താ സംഭവിക്കുക, എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് ആർക്കാ അറിയാത്തത്? 2 കുട്ടികളുള്ള 2 ആളും പാടെ വിവാഹമോചനം നടത്തിയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ആർക്കാ മനസ്സിലാവാത്തത്? അതൊക്കെ പറഞ്ഞ് ബോധവൽക്കരിച്ചിട്ടല്ല ആളുകളുടെ കുടുംബങ്ങൾ നന്നാവുന്നത്. എന്താണ് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം? ഞങ്ങൾക്ക് നേരാകണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്കിവളെ നല്ല ഇഷ്ടമുണ്ട്, എനിക്ക് ഇയാളെ നല്ല ഇഷ്ടമുണ്ട്, പക്ഷേ എന്തോ ഞങ്ങൾ ഒത്തു പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ആളുകൾ വരുന്നത്. അപ്പോൾ സഹോദരിമാരെ, സഹോദരങ്ങളെ, സ്വർഗത്തിലെ സുഖമെന്ന് കുടുംബജീവിതത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സുഖം അത്രയൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ പറ്റും. അത് ഇസ്ലാമികമായ മര്യാദകൾക്കനുസരിച്ച് പോയാൽ യഥാർത്ഥത്തിൽ നമുക്കത് സാധ്യമാകുമെന്നുള്ളതാണ്. എന്തുമാത്രം പ്രത്യാഘാതങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ് ഒരു കുടുംബ പരാജയം ഉണ്ടാക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇന്ന് കുടുംബ പരാജയങ്ങളിൽ ദമ്പതികളിലേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മാതാപിതാക്കളാണ്. നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചു പോയൊരു മകളോ പിന്നെ മരുമകനോ ആരെങ്കിലുമൊക്കെ തമ്മിൽ എന്താണ് ആ കല്യാണം ഇനി മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മകൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ പ്രശ്നക്കാര്യങ്ങൾ അവളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന വാപ്പക്കും ഉമ്മക്കും ഉണ്ടാകുക. ഒരു മകൻ്റെ വിവാഹം പ്രശ്നമായി, എങ്ങാനും മകൻ്റെ വിവാഹം പ്രശ്നമായി എന്ത് ചെയ്യാണ്, പിന്നെ ഒരു ഡൈവേഴ്സിലെത്തിക്കഴിഞ്ഞ് ആ മകനെ സംരക്ഷിക്കാനും കൊണ്ടു നടക്കാനും ഒരു ഭാര്യ ഇല്ലല്ലോ എന്നതിൻ്റെ വേദന ആ പുരുഷൻ്റെ, ആ പയ്യൻ്റെ മാതാപിതാക്കളെയാണ് ബാധിക്കുന്നത്. ഞാൻ പറഞ്ഞ കുടുംബങ്ങൾ തകരുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലെ അംഗങ്ങളായ ഭാര്യ ഭർത്താക്കന്മാരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ധാരാളം ആളുകൾ ബാധിക്കും. ഇനി മക്കളുണ്ടെങ്കിലോ ഒരു ഡൈവേഴ്സ് ഏറ്റവും അധികം ബാധിക്കുന്നത് വിവാഹമോചിതരായവരുടെ മക്കളെയാണ്. ഏറ്റവും അധികം ബാധിക്കുന്ന മക്കളെയാണ്. അതെത്രമാത്രമാണത് ബാധിക്കുക എന്നൊന്നും ഒരു പക്ഷേ ഇവിടെ ഒരു പ്രഭാഷണത്തിൽ പറയാൻ പറ്റുന്ന അത്രയല്ല അതിൻ്റെ ആഴമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വാപ്പയും ഉമ്മയും മരിച്ചു പോയെന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർ ആ കുട്ടികൾക്ക് ഉമ്മയായി വാപ്പയായി അവരെ സംരക്ഷിക്കും. ഇത് വാപ്പയുണ്ട്, പക്ഷെ വാപ്പനെ കാണാൻ നിവൃത്തിയില്ല. ഉമ്മയുണ്ട്, ഉമ്മയെ തൊടാനോ കാണാനോ അനുവദിക്കുന്നില്ല. അനുവദിക്കാത്തത് പോകട്ടെ, പ്രസവിച്ച ഉമ്മയ്ക്കെതിരെ കോടതി കയറണം, വാപ്പയ്ക്കെതിരെ സാക്ഷി പറയണം. ഇതൊക്കെയാണ് ഡൈവേഴ്സ് ചെയ്യപ്പെട്ടവരിലെ മക്കളുടെ ദൗത്യം. നാട്ടിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിവാഹ ജീവിതം ഒരിക്കലും വഴിപിരിയാതെ പരമാവധി മുന്നോട്ട് നിലനിന്ന് പോകണം എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം അതിന് ശക്തമായ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത, നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു ഭാര്യയ്ക്ക് എന്തു തകരാറുകൾ കണ്ടാലും അവളെ ഡൈവേഴ്സ് ചെയ്യണം, വിവാഹമോചനം നടത്തണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു ഭാര്യയ്ക്ക് എനിക്കിഷ്ടമില്ലാത്ത ഒട്ടനവധി തകരാറുകൾ എൻ്റെ ഭാര്യയ്ക്കുണ്ടെങ്കിലും എൻ്റെ ഭാര്യയെ ഞാൻ നിലനിർത്തണമെന്നാണ് പറയുന്നത്.
അങ്ങനൊരു ഖുർആൻ പറയൂ. ഇത് നിനക്ക് വെറുപ്പുണ്ട് അവളെ, വെറുപ്പോടു കൂടെ നീ അവളെ നിലനിർത്തിക്കൊണ്ടുപോകണം. അതാ ഖുർആനിലെ ആയത്ത്. ഏത് ഇഷ്ടമില്ലാത്ത ഭാര്യയെ നിലനിർത്തിക്കൊണ്ടുപോകണം, ഇഷ്ടമില്ലാത്ത ഭാര്യയെ നിലനിർത്തിക്കൊണ്ടുപോകണം എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹാ. എന്താ അവരത്? നിങ്ങൾ സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാതെ അനന്തര സ്വത്തുക്കളായി എടുത്ത് പെണ്ണുങ്ങൾ, നിങ്ങൾ പഴയ കാലത്ത് അങ്ങനെ സമ്പ്രദായമുണ്ട്, ഒരാൾ മരിച്ചാൽ അയാളുടെ ഭാര്യയും കൂടി അനന്തര സ്വത്താണ്. അപ്പം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിർബന്ധിച്ചൊരു പെണ്ണിനെ ഇഷ്ടമില്ലാത്ത ഒരു ദാമ്പത്യത്തിലേക്ക് നിർബന്ധിച്ച് നിങ്ങൾ കൊണ്ടുവരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയണത് എന്താ? നിങ്ങൾ അവരൊരിക്കലും വലാത്ത വ്യക്തമായ വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ ചെയ്താലല്ലാതെ നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നാണ്. എന്നിട്ട് അടുത്ത വാച്ച് എന്താ അറിയോ? സ്ത്രീകളോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ, മഅറൂഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ? ഏറ്റവും മാന്യമായ ഭക്ഷണം, മാന്യമായ വസ്ത്രം, മാന്യമായ പെരുമാറ്റം, എല്ലാം മാന്യമായ സൗകര്യങ്ങൾ അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കണം. അല്ലാഹ് പറയാണ്, فَإِن كَرِهْتُمُوهُنَّ فَعَسَىٰ أَن تَكْرَهُوا شَيْئًا وَيَجْعَلَ اللَّهُ فِيهِ خَيْرًا كَثِيرًا. فَإِن كَرِهْتُمُوهُ, നിങ്ങൾക്ക് അവരെ വെറുപ്പാന്ന് വിചാരിച്ചോളൂ, നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല, എന്നാൽ നിങ്ങൾ വെറുക്കുന്ന കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നന്മ തരും എന്ന് വിചാരിച്ചിട്ട് വെറുപ്പുള്ള സ്ത്രീകളെ തന്നെ നിങ്ങൾ ഒപ്പം നിർത്തി കൊണ്ടിടക്കണം എന്നാണ്. ഈ വെറുപ്പുള്ളത് കൊണ്ട് മോശമായി പെരുമാറാൻ പറ്റും, എന്നാലും മോശമായി പെരുമാറാൻ പറ്റൂല എന്ന് പറയുമ്പോൾ, ഒരു സ്ത്രീയെ ഇഷ്ടമില്ലെങ്കിൽ പോലും നിലനിർത്തണം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ വിശാലത എന്താണ്? ഒരു കുടുംബ പരാജയം, ഒരു ഡൈവേഴ്സ്, ഒരു അനാവശ്യമായ ഒരു വേർപിരിയൽ, അനേകം പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന, അനേകം വ്യക്തികളെ ബാധിക്കുന്ന ഒരു വിഷയം ഉണ്ടാവരുതേ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളല്ലേ ഇവിടെ ഉള്ളൂ, അവിടെ നിങ്ങൾക്കൊരു വാശി വേണം. വിവാഹം കഴിച്ചവരോടും വിവാഹം കഴിക്കാത്തവരോടും എല്ലാവരോടും വേണം, നിങ്ങൾക്കൊരു വാശി വേണം. എന്താണ് ആ വാശി എന്ന് പറയുന്നത്? ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് ഞാൻ വിജയിക്കും എന്ന വാശി, അതാണ് വാശി. ഒരു കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ ഞാനത് ഇട്ടെറിഞ്ഞ് പോകുന്നുള്ളതല്ല, ഞാനൊരു ഭർത്താവിനെ വിജയിച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം എനിക്ക് ഒരു കൗൺസിലിംഗ് കിട്ടേണ്ട ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു സഹോദരി, അവർ കുറേ വിഷയങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, എനിക്കെന്നെ തോന്നുന്നുണ്ട് അയാളൊക്കെ കൂടെ ഇവൾ ജീവിച്ച് പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അയാളത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇങ്ങനൊരു ഭാര്യ ആയാൽ അയാൾക്കും പ്രയാസമാണ് എന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ കേട്ടിട്ട് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, നല്ല ബുദ്ധിമുട്ടിയാൽ തന്നെ ഒരു ഭാര്യയായി മുന്നോട്ട് പോകാൻ പറ്റും. അതത്ര എളുപ്പമുള്ളൊരു പരിപാടിയൊന്നുമല്ല. ഒരു കുടുംബജീവിതം കിട്ടണം എന്ന് വിചാരിച്ച് ഓരോ സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞൊരു ജോലിയോ വേലക്കൊന്നും പോകുന്ന ആൾ ചെയ്യുന്ന അത്രയൊന്നും അല്ല ഒരു കുടുംബത്തിലെ ജോലി എന്ന നിലക്ക് ഓരോ സ്ത്രീകൾ എന്താണ് അവർക്ക് അവിടുന്ന് കിട്ടുന്നത്? ഒരു കുടുംബത്തിലെ മുഴുവൻ വേലയും ചെയ്ത് അവിടെ ജീവിച്ചാൽ എന്താണ് കിട്ടുന്നത്? ഒരു ഭർത്താവുണ്ട് എന്ന് പറയാൻ, ഒരു ഭർത്താവുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ജീവിതം മുഴുവനും എന്താണ് കഷ്ടപ്പെട്ട് മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പൊന്നു സഹോദരി, ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ല വിചാരിച്ചോളിങ്ങൾ, എന്നാൽ പോലും നിങ്ങളൊരു ഭാര്യ എന്ന നിലക്ക് ഇയാളെ കൂടെ നിന്ന് നിങ്ങൾ വിജയിക്കണം. അയാൾക്ക് മാനസിക രോഗി എന്നല്ലല്ലോ, മാനസിക രോഗിയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ എത്ര തന്നെ പെരുമാറിയാലും അയാളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായില്ലെന്ന് വരാം. മാനസിക രോഗമൊന്നുമില്ല, അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജീവിച്ചുകൂടെ? ഞാൻ പറയാം, എന്നാൽ നിങ്ങൾക്കുള്ള മെച്ചം, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഒരു ഭർത്താവിനെ തൃപ്തിപ്പെട്ട് അനുസരിച്ച് ജീവിച്ചാൽ അത്താഅത്ത് ബാലക, സ്വർഗം കിട്ടും. അത്രയും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. മാത്രമല്ല, ഭൂമിയിൽ ഏറ്റവും കടപ്പാടുള്ളൊരു വ്യക്തിയാണ് ഭർത്താവ് എന്നാണ്. അയാളുടെ കടപ്പാടും കടമകളും നിർവഹിക്കുമ്പോൾ മാതാപിതാക്കളോടുള്ള കടപ്പാടുകളും കടമകളും നിർവഹിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നറിയങ്ങൾ വലിയ കൂലി കിട്ടും. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യും, കുറച്ച് സമയം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ നോക്കാമെന്നാണ്. ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീ അങ്ങനെ സമ്മതിക്കലില്ല.
കാരണം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നവും സെറ്റിൽ ചെയ്തിട്ടില്ല, അയാൾക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനെല്ലാം സഹിച്ച് ഒരു കുടുംബജീവിതം ഞാൻ വിജയിപ്പിച്ചെടുക്കും. ഈ ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിച്ചിട്ട് ഞാനൊരു ദാമ്പത്യം വിജയിപ്പിച്ചെടുക്കും എന്നൊരു പ്രതിജ്ഞ അവർ മനസ്സിലെടുത്തു. മനസ്സിലായി. ഒരാഴ്ചയിട്ട് കഴിഞ്ഞില്ല, അവരുടെ ബ്രദർ വിളിച്ച് പറഞ്ഞു, പല ശ്രമങ്ങളും ഞങ്ങൾ നടത്തിയതാണ്, പക്ഷേ അൽഹംദുലില്ലാ അവരിപ്പോൾ ഒന്നിച്ച് പോകുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളില്ലാന്ന്. ഞാനൊരു സ്ത്രീയുടെ വശം മാത്രം പറയാനല്ല, സഹോദരിമാരെ, നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് നമുക്ക് പരലോകത്ത് സ്വർഗം കിട്ടാൻ ഒരു ഭർത്താവിനെ സഹിച്ചും അയാളെ പരിചരിച്ചും അയാളുടെ കടമ നിർവഹിച്ചും മുന്നോട്ട് പോകുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് മറ്റൊന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും ഒരു പക്ഷേ സ്വർഗം കിട്ടാൻ അതുകൊണ്ട് കാരണമായി തീരും. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സ്ത്രീ ചിന്തിക്കുകയാണെങ്കിൽ ഏത് കുടുംബത്തിൽ ഏത് ഭർത്താവിനോടാണ് ഒരു സ്ത്രീക്ക് സഹകരിച്ച് പോകാൻ പറ്റാത്തത് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ആർക്കും സഹകരിച്ച് പോകാൻ പറ്റും, ഏതൊരു ഭർത്താവിനോടും സഹകരിച്ച് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞ അതുകൊണ്ട് എല്ലാം സഹിച്ച് ഒരു സ്വൈരമില്ലെങ്കിലും എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോകണമെന്നതിനർത്ഥമല്ല. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ പേരിൽ എന്താവരുത്, നിങ്ങൾ നമ്മൾ വിട്ടുപോകാൻ തീരുമാനിക്കരുത്. ഇപ്പോൾ ഒരു പുതിയ പ്രവണത കാണുന്നുണ്ട്. അതായത് ഒരു കല്യാണം കഴിഞ്ഞൊരു 4 മാസമോ 5 മാസമോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്കിന് പ്രശ്നങ്ങളായി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാറെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലെ ജോലിഭാരമാണ് പറയണത്. ഭർത്താവിനായിട്ട് പ്രശ്നമൊന്നുമില്ല, ആ വീട്ടിലെ ജോലിഭാരം. അപ്പോൾ ഒരു പരിധി വരെ എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ അങ്ങനെ ഉണ്ട്, മരുമക്കൾ വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇനി എനിക്കൊരു റെസ്റ്റാണെന്നുള്ള മൂഡിൽ എന്ത് ചെയ്യും, അമ്മായിമ്മമാർ ചിലപ്പോൾ വിശ്രമം എടുക്കണാവാം, ഒറ്റപ്പെട്ട സ്ത്രീകൾ ഉണ്ടാവാം, ഇല്ലയെന്ന് നമ്മൾ പറയില്ല, അങ്ങനെ ഉണ്ടായിക്കൂടായികൾ. പക്ഷേ സാധാരണഗതിയിൽ ഇപ്പോൾ എന്താ ഞാൻ പറയാൻ എന്താ വെച്ചാൽ ഒരു വീട്ടിലിപ്പോൾ എന്താ ജോലി ഉണ്ടാവുക, ഒരു വീട്ടിലത്തെ ജോലിയല്ലേ ഉണ്ടാവുക, അവരുടെ ഭക്ഷണം, അവരുടെ പിന്നെ വീടിൻ്റെ വൃത്തി, അങ്ങനത്തെ കാര്യങ്ങളല്ല, അവരുടെ വസ്ത്രം, ഈ കാര്യങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞത് ഇത് ഏതായാലും ഒരു കൈ കൊണ്ട് ചെയ്യണമല്ലോ അല്ലേ, ഏതെങ്കിലും ഒരു കൈ കൊണ്ട് ചെയ്യേണ്ടത്, അല്ലാതെ ഇപ്പോൾ ഇത് ശരിയാവും, ആരെങ്കിലും ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു മുതലാളിയാണെന്ന് വിചാരിച്ചോളി, എന്നാൽ പോലും ഞാൻ പറയാം എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ബാത്റൂം കഴുകാനും നിങ്ങളിട്ട് അഴിച്ചിട്ട വസ്ത്രം കഴുകാനും പുറത്തുനിന്നൊരു സ്ത്രീ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് നിവർത്തില്ലായിട്ടല്ലേ അവരത് ചെയ്യണത്, അല്ലേ? നിവർത്തില്ലായിട്ടല്ലേ ചെയ്യണത്. നിവർത്തിണ്ടെങ്കിൽ ചെയ്യൂ. നിവർത്തിണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി കാഷ്ടിച്ചതും മൂത്രിച്ചതും കഴുകാൻ അയൽപ്പക്കത്തൊരു സ്ത്രീ തൻ്റെ കയ്യിലാക്കുമോ? അത് ആക്കില്ല. നിവർത്തില്ലാണ്ട് ജീവിക്കാൻ നിവർത്തില്ലാഞ്ഞിട്ടാണ്. ഇപ്പം ഞാൻ പറയണമെന്ന് വെച്ചാൽ നാം പോകുന്ന ബാത്റൂം നമ്മൾ തന്നെയാണ് കഴുകേണ്ടത്, നമുക്കത് കഴുകാൻ പറ്റുള്ളൂ. നമ്മളിട്ട് അയച്ചിട്ട വസ്ത്രം നമ്മളാണ് അലക്കേണ്ടത്. അതൊക്കെ എന്തിനാണ് ഒരു ജോലിയായി കാണുന്നത്? നമ്മൾ ഓരോരുത്തരും അവിടെ കൃത്യം നിർവഹിക്കട്ടെ. ആരോഗ്യത്തിന് പ്രശ്നമില്ലെങ്കിൽ ഉമ്മക്കെന്താ ഉമ്മൻ്റെത് അലക്കിയാൽ, ആരോഗ്യത്തിന് പ്രശ്നമില്ലെങ്കിൽ മകൾക്കെന്താ മകളുടേത് അലക്കിയാൽ, ആർക്കും ആരുടേതും അലക്കാമല്ലോ. ഒരു വീടിൻ്റെ ജോലി ഒരു വ്യക്തിക്ക് ഭാരം വരാതെ നിർവഹിക്കാമെന്ന് തീരുമാനിച്ചാൽ വീട്ടിലെന്തെങ്കിലും ജോലി ഉണ്ടാവുമോ സഹോദരിമാരെ? വേറൊരുത്തൻ്റെ പണി നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, ഓരോരുത്തരും അവനവൻ്റെ ജോലി ചെയ്യുന്നു എന്ന് തീരുമാനിച്ചാൽ എന്ത് ജോലി? ഇത് ഒരാൾ ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും, ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ എന്ത് ചെയ്യുക, മൊബൈലും നോക്കി മാറി നിൽക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. എല്ലാവരും സഹകരിച്ചാൽ എന്തെങ്കിലും വിഷയങ്ങൾ സംഭവിക്കേണ്ട ഒന്നുമില്ല. അപ്പം വീട്ടു ജോലി വീട്ടിലുള്ളവർ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മകൾ കല്യാണം കഴിച്ചോടത്ത് പോയിട്ട് ഇവിടെ അമ്മ പണിയാണ്, ഇവിടെ അലക്കാണ്ട്, ഇവിടെ ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? എന്തെൻ്റെ കുട്ടിൻ്റെ ഗതികേട്, കല്യാണം കഴിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ല എന്നാണ് വിചാരിക്കേണ്ടത്. എന്തിനിപ്പോൾ വെറുതെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തതാണ്. പുതിയ തലമുറനെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുക, മോളെ അത് അങ്ങനെ തന്നെയാണ്, ഈ വീട്ടിലാണെങ്കിൽ ഇവിടുത്തെ പണി എടുക്കണ്ടേ, ഈ വീട്ടിലാണെങ്കിൽ ഇവിടുത്തെ ജോലി നീ ചെയ്യണ്ടേ, ഇന്ന് എത്ര അവിടുത്തേക്കാളും പണി നീ ഇവിടെ ചെയ്തിരുന്നില്ലേ, ഇവിടെ ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങളെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാത്ത ഉമ്മയെ ഞാനാണ് ഇടങ്ങേറായി ചെയ്യാന്നുള്ളൂ. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ പണിയെടുക്കണം, പക്ഷെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായപ്പോൾ നിങ്ങളെ വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രായപൂർത്തിയായ നിങ്ങളിവിടെ ഉണ്ടായിട്ടും കോളേജിൽ പഠിക്കണം നിങ്ങളുണ്ടായിട്ടും പണിയൊക്കെ ഞാൻ ഭാരം സഹിച്ച്, അങ്ങനെ ഇപ്പം എല്ലാ വീട്ടിലും എല്ലാ അമ്മമാരും ചെയ്യോ? അവൾ ചെല്ലുമ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ വാങ്ങി അവളമ്മ ചെയ്ത പോലെ അലക്കാനും കുളിപ്പിക്കാനും അവിടുത്തെ അമ്മായിമ്മ മെനക്കെടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ആരും വിചാരിക്കണില്ല. അപ്പം എന്താ പറയുക, ഇതൊക്കെ ഒരു വലിയ ഭാരമായി കണ്ട് ഇനി ഒരു കുടുംബജീവിതം വേണ്ടെന്ന് വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു കുടുംബിനിയായി ഒരു ഭാര്യയായി മുന്നോട്ട് പോകണമെങ്കിൽ സഹോദരിമാരെ ചിലതെല്ലാം സഹിച്ചേ പറ്റൂ. ആ പ്രയാസങ്ങളെ
നമ്മൾ ഒരിക്കലും എന്തായി കാണാൻ പാടില്ല, നമ്മുടെ ഒരു കുടുംബജീവിതത്തിൻ്റെ തടസ്സമായി കാണാൻ പറ്റില്ല. കുടുംബജീവിതത്തിൻ്റെ തടസ്സം, ബുദ്ധിമുട്ട് എവിടെ മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കുടുംബ പരാജയം, നിങ്ങളുടെ മകളുടെ വിവാഹം പരാജയപ്പെട്ടു അല്ലെങ്കിൽ മകൻ്റെ വിവാഹം പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ പറയേണ്ടത് ഒരേ ഒരു വിഷയത്തെ പരിഗണിച്ചാണ്. അതെന്താണ്? അവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ല. ഇത് മാത്രമേ ഒരു കുടുംബ പ്രശ്നമെന്ന് പറയാൻ പാടുള്ളൂ. വേറെ ഒന്നും പ്രശ്നങ്ങളല്ല. ഇപ്പോൾ ഈ ഗൾഫിൽ നിന്ന് 2-3 ഫാമിലി എന്നോട് സംസാരിച്ചു. അവരൊക്കെ പറയും ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല. നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നമില്ല. വീട്ടുകാർ തമ്മിലാ പ്രശ്നം, അത് ഉമ്മാനിട്ടാ പ്രശ്നം. ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം. കല്യാണം കഴിഞ്ഞ ദമ്പതികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നമാണ് നമ്മൾ പ്രശ്നമായിട്ട് പരിഗണിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, കല്യാണം കഴിച്ചു പോയ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടല്ലോ, പ്രശ്നങ്ങളുള്ള ധാരാളം കുടുംബമുണ്ട്. നമ്മൾ ഈ പറഞ്ഞത് അതിൻ്റെ അപ്പുറത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ യാതൊരു നിലക്കും സ്വൈരം കൊടുക്കാത്ത. അതാണ് ഏറ്റവും വലിയ അമ്മായിമ്മ പീഡനങ്ങളിൽ ഏറ്റവും വലിയ പീഡനം എന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കലാണ്. സ്വൈരം കൊടുക്കാതെ എന്ത് പണിയെടുത്താലും എന്ത് ചെയ്താലും പറഞ്ഞുകൊണ്ടേയിരിക്കും, സംതൃപ്തിയേ ഇല്ല. നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾ രാവും പകലും ഇടങ്ങേറായാലും ഒരു സന്തോഷത്തിൻ്റെ നോട്ടം പോലുമില്ല, അസംതൃപ്തി മാത്രം. അങ്ങനത്തെവരെ കൊണ്ടാണ് അവിടെയാണ് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ നമുക്ക് കഴിഞ്ഞുകൂടി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്തരം ആ ഒരു മാനസികാവസ്ഥ. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബി എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ളതെന്ന് പറഞ്ഞിരുന്നു, സ്വർഗത്തിൽ പോകാനുള്ളത്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് ശിർക്ക് ചെയ്യാൻ പറ്റൂല, തുഖീമുസ്സലാ, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, 5 ഇസ്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തരങ്ങൾ നാവുമ പിടിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എല്ലാ കാര്യത്തിൻ്റെയും കടിഞ്ഞാണ് ഇതാണ്. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് മുണ്ടാതെ ഇങ്ങനെ നിൽക്കണം എന്നാണോ നബിയെ പറയണത്? ഒന്നും വർത്താനം പറയാൻ പറ്റില്ല. നാവ് കൊണ്ടാണ് ഒരാൾ നരകത്തിൽ പോവുക. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതല്ല, നാവ് കൊണ്ട് നരകത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും അധികം ആളുകൾ നരകത്തിൽ മുഖം കുത്തി വീണത് ബിഹസാഇദി അൽസിനത്തിയും, അവിടെ നാവ് കൊണ്ടാണെന്ന്. വർത്താനം പറഞ്ഞു ഒരു മനുഷ്യന് സ്വൈരം കൊടുക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുക, രക്ഷപ്പെടും. എന്ത് തഹജ്ജുദ് നിസ്കരിച്ചാലും എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് ബുദ്ധിമുട്ടാക്കുക. ഇതിനാ ബുദ്ധി. അപ്പോൾ ഞാൻ പറയണത് വെച്ചാൽ സാധാരണഗതിയിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും കേട്ടോ. നമുക്കിതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഇവനോട് ചോദിക്കും, ഈ പറയണതൊക്കെ ശരിയാണോ, നീ ഇതൊക്കെ കാണുന്നുണ്ടോ, അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കും. പിന്നെ നമ്മൾ ഒന്നുകൂടി ചോദിക്കാൻ തരൂ, ഇതിപ്പോൾ ഈ മരുമകളോട് മാത്രമുള്ളതാണോ മക്കളോടും ഇങ്ങനെയാണോ ചോദിക്കും. മക്കളോടും അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല, ബാക്കി കാര്യമില്ല. മരുമകളോട് മാത്രമാണ്, അവൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് കണ്ടാൽ നമ്മൾ എന്താ പറയാറെങ്കിൽ ഓരോട് രണ്ടോടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്താൻ പറയും. അതിന് നിങ്ങളൊന്നും വിചാരിക്കരുത്. എന്താ അറിയോ, ഒരു അമ്മായിമ്മയുടെ അടുക്കൽ ഒരു മരുമകൾ നിലനിന്ന് പോകണം എന്ന ആവശ്യം ഉണ്ടാവേണ്ടത് ആർക്കാണ് അറിയങ്ങൾ? ആ അമ്മായിമ്മക്ക് ഉണ്ടാവും. ഇത് ഇവിടെ നിന്ന് പോകരുത്, ഇവിടെ ഉണ്ടാകണം എന്ന അവർക്കാണ് ആഗ്രഹം. അവരതിനനുസരിച്ച് വീട്ടിലെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ആ പെൺകുട്ടി വീട്ടിൽ പോയിട്ട് അവനോട് പറയും, എനിക്ക് നിങ്ങളോടൊരു വിരോധമല്ല, ഒരു കുഴപ്പമില്ല, ഞങ്ങളെ കൂടെ എത്ര കാലം ജീവിക്കാൻ തയ്യാറാണ്, പക്ഷെ ആ വീട്ടിലേക്ക് ഞാൻ വരൂല എന്നൊരു മരുമകൾ പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? ഞാൻ അമ്മായിമ്മമാരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഒരു മതപണ്ഡിതനോട് ആ ചെക്കൻ വന്ന് ചോദിക്കുകയാണ്, എൻ്റെ അമ്മൻ്റെ ഭാര്യയ്ക്കൊരു സ്വൈരവും കൊടുക്കൂല, വീട്ടിൽ വന്നാൽ അവൾക്ക് കരച്ചിലാണ്, അതുകൊണ്ട് എന്താണ് ഞാൻ എന്തു ചെയ്യണം? അവൾ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് തൽക്കാലം പോരൂലാന്ന്. എന്താ പറഞ്ഞു? അവൾ അവിടെ നിന്നോട്ടെ എന്നേ അയാൾ പറയുള്ളൂ, ഒരു കുറ്റം അവൾക്ക് ഉണ്ടാവില്ല എന്നേ പറയുള്ളൂ. അപ്പോൾ പിന്നെ ചോദ്യം എന്താണ്? എൻ്റെ ഉമ്മാനെ നോക്കാൻ ബാധ്യത. ഉമ്മാനെ നോക്കാൻ ബാധ്യത എപ്പോഴാച്ചാൽ ഉമ്മ നോക്കാൻ അവിടെ നിൽക്കാൻ സമ്മതിക്കണം, അപ്പോഴല്ലേ ഉമ്മാനെ നോക്കാൻ പറ്റുള്ളൂ. ആ വീട്ടിൽ കഴിഞ്ഞുകൂടാൻ അവൾക്കൊരു അനുവാദമുണ്ടെങ്കിലല്ലേ ഉമ്മാനെ നോക്കാൻ പറ്റുള്ളൂ. അതിന് അനുവാദം കൊടുക്കുന്ന മാനസികാവസ്ഥയുണ്ടെങ്കിലേ അവിടെ നിന്നു പോകേണ്ടതുള്ളൂ എന്നാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇത് നോക്കാതൊക്കെ വേണ്ടി പറയണം. മാന്യമായ പെരുമാറ്റം, മക്കളോട് പെരുമാറുന്നതിനേക്കാളും മാന്യമായി നമ്മുടെ വീട്ടിൽ വന്നു കയറിയവരോട് നമ്മൾ പെരുമാറും. അത് നമ്മുടെ മാന്യതയാണ്. ഒരു മാന്യത, ദീനിൻ്റെ മാന്യത, കുടുംബത്തിൻ്റെ മാന്യത, മനുഷ്യത്വത്തിൻ്റെ മാന്യതയാണ്. എന്താ
ഒരാളോട് മര്യാദക്ക് വർത്താനം പറയുക, സ്നേഹത്തോടെ പെരുമാറുക എന്നുള്ളത് മാന്യതയുടെ അടയാളമാണ്. ഖിയാറുക്കും നിസായിക്കും, സ്വന്തം ഭാര്യമാരോട് മര്യാദക്ക്, എല്ലാ അധികാരമുള്ള ആളാണ് ഭർത്താവ്, പക്ഷേ ഭാര്യയോട് മാന്യമായി പെരുമാറണം. അധികാരമുള്ളവർ മാന്യതയോടെ പെരുമാറണം. അപ്പോൾ അതാണ് അതിൻ്റെ വശം. ഞാൻ പറഞ്ഞത് വീട്ടിലെ പ്രശ്നമാണോ, വീട്ടിൽ നിന്ന് പോന്നാൽ മതി. പ്രശ്നം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോഴാണ് പ്രശ്നം. സഹോദരിമാരെ, ആ പ്രശ്നങ്ങൾക്ക് ചില കാരണങ്ങളുണ്ട്. അതും ഇസ്ലാമിക മര്യാദകൾ പാലിക്കാത്ത കാരണങ്ങളാണ്. ഒന്ന്, വിശ്വാസക്കുറവ്. എന്ത് പ്രശ്നങ്ങളൊരു ഭർത്താവിനുണ്ടെങ്കിലും അയാളെ ഭാര്യ സ്നേഹിക്കും, ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കും. എന്തുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ക്യാൻസറായി വിചാരിച്ചോളൂ, നിങ്ങൾ സ്നേഹിക്കും. തൊലി മുഴുവനും എന്തെങ്കിലും വൈകൃതങ്ങൾ വന്നാലും ഇഷ്ടങ്ങൾക്ക് കുറവ് വരില്ല. ഒരു ചെറിയ സഹതാപമുണ്ട്, വെറുക്കൂല. ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും വെറുക്കൂല. പക്ഷേ വിശ്വാസക്കുറവ്. എൻ്റെ ഭർത്താവിന് ഏതോ പെണ്ണുങ്ങളേറ്റ് ചില ബന്ധങ്ങളുണ്ട്, അയാൾ ചില പെണ്ണുങ്ങൾക്കൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയാൽ അയാളെ ഇഷ്ടപ്പെടാൻ ഒരു ഭാര്യയ്ക്ക് പറ്റില്ല. തിരിച്ചും ഇവളെന്താ വെച്ചാൽ ഇവൾക്കൊരു അച്ചടക്കമില്ല. ഇവളിങ്ങനെ ഓരോ ഡ്രസ്സിൻ്റെ കോലം കണ്ടാലൊക്കെ ഇവൾക്ക് എന്താ വെച്ചാൽ ആരെങ്കിലുമൊക്കെ ഇവളങ്ങനെ നോക്കിക്കണ്ട് അങ്ങാടി കൂടി പോയി വരുമ്പോഴേ അവൾക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇവൾക്ക് നമ്മളുടെ ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലൊന്നും വലിയൊരു സന്തോഷം കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ ആ വിശ്വാസക്കുറവാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇപ്പം എനിക്കൊരു പെൺകുട്ടി, എത്ര അവൾ 7 വർഷം അവൾ എന്ത് ചെയ്തു വെച്ചാൽ 7 കൊല്ലം സഹിച്ചണ് നിന്നോളൂ ഭർത്താവിൻ്റെ വീട്ടിൽ. ഒരു കുടുംബജീവിതത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സഹിച്ച് നിന്നു. 2 മക്കളായി. അവസാനത്തിൽ 7 കൊല്ലം കഴിഞ്ഞിട്ട് വിവാഹത്തിന് മുമ്പേ ഉള്ളൊരു ബന്ധം, ഒരു അവിഹിത ബന്ധം, ഒരു പെണ്ണ്. ആ പെണ്ണിൻ്റെ ഒരു മെസ്സേജ് 7 കൊല്ലം കഴിഞ്ഞിട്ട് അവൾ പിന്നെയും കണ്ടു. അവൾ നോക്കലൊന്നുമില്ല. അപ്പോൾ 7 കൊല്ലം തുടർന്നുകൊണ്ടിരിക്കുന്നതിരുന്നത് ഇവിടെ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടു. ആ മെസ്സേജിൻ്റെ വോയിസ് അവൾ കേട്ടു. അത്രയും വൃത്തികെട്ട വോയിസാണ്. അവളൊന്നും പറഞ്ഞില്ല. 2 കുട്ടികളെടുത്തിട്ട് അവൾ ഇറങ്ങി. പോകാൻ സ്ഥലം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇവിടെ നീ ജീവിക്കണ്ട എന്ന് അവൾ തീരുമാനിച്ചു. അണ്ട് പോയി. മനസ്സിലായി? 1 കൊല്ലമായിട്ട് അവൾ വീട്ടിലാണ്. അവൻ എല്ലാ പണിയും നോക്കി തിരിച്ചു കൊണ്ടുവരാൻ. ഇൻ്റെ ഒരു ആവശ്യം ഇപ്പം എന്താ നിങ്ങൾക്ക്? 7 കൊല്ലം എന്നോട് പറയാത്ത വാക്കാണ് നിങ്ങൾ എന്ത് ചെയ്ത് ഒരു ബന്ധവുമില്ലാത്തൊരു പെണ്ണിനോട് പറഞ്ഞത്. അവൾ മതിയല്ലോ നിങ്ങൾക്ക്. ഒരു ഭാര്യ എന്ന നിലക്ക് മാത്രമല്ലേ നിങ്ങളുടെ വീട്ടിൽ വേലക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും ശമ്പളത്തിൽ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. കുട്ടികൾക്ക് നിങ്ങൾ തരുന്നതിനേക്കാളും നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ ഞാൻ എടുക്കുന്ന ജോലി മറ്റൊരു വീട്ടിൽ പോയി ചെയ്യുകയാണെങ്കിൽ ഇന്നെൻ്റെ കുട്ടികളെ ഇന്നുള്ളതിനേക്കാളും നന്നായി എനിക്ക് നോക്കാൻ പറ്റും. നിങ്ങളൊരു ഭർത്താവായതുകൊണ്ടല്ലേ നിങ്ങളെ കൂടെ നിന്നത്. നിങ്ങൾക്കൊരു ഭാര്യ എന്ന നിലക്ക് ഞാൻ ആവശ്യമില്ലെങ്കിൽ ഞാനിതിനിവിടെ നിൽക്കണം എന്നാണ് ചോദിച്ചത്. വിശ്വാസക്കുറവാണ്. അത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യൂല, വരൂല. അതാണ് എൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ് പറയുക? എല്ലാ നിലക്കുമുള്ള സംസാരങ്ങൾ നടക്കണം, ആശയവിനിമയങ്ങൾ നടക്കണം. നല്ല ചോദിക്കണം. ഭർത്താവിനോട് ദേഷ്യപ്പെട്ടതല്ല, നല്ല നിലക്ക് ചോദിക്കണം. നമ്മുടെ എല്ലാ വിഷയങ്ങളും പറയണം. സംസാരങ്ങൾ കുറഞ്ഞാൽ വീട്ടിൽ എന്ത് ചെയ്യുന്ന പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരും. എല്ലാം അറിയണം. ഭർത്താവിൻ്റെ ജോലി, ശമ്പളം, എല്ലാ കാര്യങ്ങളും, എവിടെ പോകണം, എവിടുന്ന് വരുന്നു, ബുദ്ധിമുട്ടിക്കാനല്ല. ആശയവിനിമയങ്ങൾ വേണം. അത് ശരിക്കും നടന്ന് തുറന്ന് പറയണം. നിങ്ങളെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങൾ പറയണം. ഉമ്മാൻ്റെ കുറ്റവും അയാളുടെ ഉമ്മൻ്റെ കുറ്റവും വാപ്പൻ്റെ കുറ്റമൊക്കെ പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. വേറെന്തൊക്കെ പറയാനുണ്ട് ജീവിതത്തിൽ, എന്തെല്ലാം പറയാനുണ്ട്, അതെല്ലാം പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ്. പൊതുവെ എന്താ വിചാരിച്ചാൽ ഈ വാപ്പൻ്റെയും ഉമ്മൻ്റെയും കുറ്റം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവിൻ്റെ വാപ്പൻ്റെയും ഉമ്മൻ്റെയും കുറ്റം പറയണൊരു കാര്യമില്ല. കാരണം പറയുമ്പോൾ എന്താ പറയുക, അയാൾക്കാകെ ചെയ്യാൻ പറ്റുക എന്താ വെച്ചാൽ അത് സാരമില്ല, അത് ക്ഷമിച്ചോ, സഹിച്ചോ, ശരിയായിക്കോളും എന്താ പറയാം. അതിപ്പോൾ ഏതെങ്കിലും പെണ്ണിന് ആ ഉത്തരം കേട്ടാൽ വല്ലതും നടക്കും. ഇതിപ്പോൾ എത്ര കാലം ക്ഷമിക്കണം, എത്ര കാലം സഹിക്കണം ചോദിക്കും. കാരണം അത് അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാളെങ്ങാനും ഉമ്മാനോട് പോയിട്ട് ഇങ്ങളെന്താ ഇവളെങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്നൊരു ചോദ്യം ചോദിച്ചാൽ കഴിഞ്ഞ് 28 കൊല്ലത്തെ എല്ലാ ബന്ധവും ഉമ്മാനായിട്ട് അത് കഴിഞ്ഞു. അതിപ്പോൾ പെണ്ണെട്ടിയ മുതൽ അണക്ക അവൾ തന്നെയുള്ളൂ പ്രശ്നം. പക്ഷേ അവളെ കാര്യത്തിൽ എന്നെ ചോദ്യം ചെയ്യാനും കൂടി തുടങ്ങിയില്ലേ എന്നാണ്. കഴിഞ്ഞു. പരിഹാരമല്ല ഉണ്ടാവുക. അതോടുകൂടെ എല്ലാം അവസാനിച്ചു. ഒരു പയ്യനോട് പറഞ്ഞു, ഞാനത് ചോദിച്ചു പോയി, ഇനി എന്താ ചെയ്യാം? ഞാൻ അമ്മാനോടത് ചോദിച്ചു പോയി, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടൊരു കാര്യമില്ലല്ലോ.
ഇനിയിപ്പോൾ തിരിച്ചെടുക്കാനും പറ്റില്ല. അതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പെണ്ണുങ്ങളെ കാര്യത്തിൽ ഒരു ഉപദേശവും ഒരു കാര്യവും പറയാൻ പറ്റില്ല. അതാ കാര്യം. പിന്നെ ഇപ്പം എന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ, എല്ലാറ്റിലും എല്ലാ വിഷമങ്ങളും ഞാൻ അറിയുന്നു, ഞാൻ അനുഭവിക്കുന്നു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന നിലക്ക് അവളുടെ വിഷമങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേർന്ന് ആശ്വസിപ്പിക്കാൻ മാത്രമേ ഒരു ഭർത്താവിന് പറ്റൂ. അപ്പം നമ്മൾ അങ്ങോട്ട് പറയാം അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കല്ലാതെ അയാളോട് ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞിട്ടൊരു കാര്യവും നമുക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാവുന്ന സംഗതികൾ. അതേപോലെ തന്നെ എന്താണെന്ന് വിചാരിച്ചാൽ, വെറുതെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. വെറുതെ അഭിപ്രായം നമ്മൾ പറഞ്ഞാൽ എന്താ പറയുക, ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് അത് ഇഷ്ടമുണ്ടാവില്ല. അപ്പം അത് തർക്കങ്ങളിലേക്ക് എത്തും, പ്രശ്നങ്ങളിലേക്ക് എത്തും. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരമാവധി അവസരങ്ങൾ ഇല്ലാതിരിക്കുക. നമുക്കറിയാം എന്തൊക്കെ പറഞ്ഞാൽ നടക്കും, എന്തൊക്കെ പറഞ്ഞാൽ നടക്കൂല എന്നറിയും. അപ്പം നടക്കാത്ത കാര്യങ്ങൾ നമുക്ക് ദീനി വിരുദ്ധമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ സമർത്ഥമായി നടത്താൻ എന്ത് വഴികളുണ്ട് എന്ന് നമ്മൾ ആലോചിക്കല്ലാതെ അതിന് നമ്മൾ സമ്മർദ്ദവും വാശിയും പിടിച്ചതുകൊണ്ട് നടന്നുകൊള്ളണമെന്നില്ല. എന്നിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയും. ആ കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ പേര് ഞാൻ പറയും, കല്യാണം കഴിഞ്ഞ അന്ന് ഭാര്യ ഭർത്താക്കന്മാർ തെറ്റുന്ന കാര്യമാണെന്ത്, ഭർത്താവ് പറയും ഭാര്യയോട്, നല്ല MBBS എഞ്ചിനീയർ കഴിഞ്ഞ് വന്ന പെണ്ണായിരിക്കും, അവളോട് പറയും ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, ഞാൻ ജോലിക്കൊന്നും പറഞ്ഞയക്കൂല, എന്നാ പറയാം. ഇനിയിപ്പോൾ വല്ല PSC വിളിച്ചപ്പോൾ അതിന് എവിടെയും വല്ല ജോലിക്ക് ഒന്നുമില്ല, വെറുതെ ഒരു കച്ചറ ഉണ്ടാകാനൊരു വർത്താനം അല്ല എന്താ. പിന്നെ അത് അന്നത്തെ മുതൽ പിന്നെ ചർച്ചയാണ്, ജോലിക്ക് വിടില്ല എന്നുള്ള ചർച്ച. ഒരു ജോലി കിട്ടുമ്പോൾ ആ ജോലി നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ളൊരു അവസ്ഥയാകുമ്പോഴല്ലേ അനുവദിക്കേണ്ടതുള്ളൂ. ആ സമയത്ത് പറ്റുമെങ്കിൽ പോകാൻ, പറ്റില്ലെങ്കിൽ പോകണ്ട. ഇപ്പോൾ പണിക്ക് പോകാൻ റെഡിയിലൊരുക്കേണ്ട പണി കിട്ടാനല്ല. അങ്ങനത്തെ ഒരു കാലത്ത് പണി കിട്ടണോ കിട്ടണ്ടേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് അഭിപ്രായ വ്യത്യാസത്തിലാകേണ്ട കാര്യമാണ്. ഇനി ഒരു എതിർപ്പുണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചു, ഞാൻ അടുത്ത ആഴ്ച ഒന്ന് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞു വെച്ചു. ഒന്നാമത് നിങ്ങൾ എന്ത് ചെയ്യുക, 10 ദിവസം മുന്നേ ഒന്ന് ചോദിക്കരുതെന്നാണ് പറയണത്. എന്തെങ്കിലും കാര്യം നീ പറഞ്ഞു വിചാരിക്കുക, പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആ മറുപടി അവസാനത്തെ മറുപടിയായി സ്വീകരിക്കണ്ട. കാരണം ആ സമയം എത്തുമ്പോഴേക്കും എന്തു ചെയ്യും, അതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകും എന്ന് ക്ഷമിക്കാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ എന്തു ചെയ്യും, എന്നോ നടക്കേണ്ട ഒരു കാര്യത്തിന് ഇന്ന് മുതലേ കച്ചറ കൂടി നടക്കുന്നൊരവസ്ഥ ഉണ്ടാകും. എപ്പോഴും ഭിന്നതകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം. അതാണ് ഒരു നല്ല ഒരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ചില ഉദാഹരണം ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ എന്തായാലും ഒരിക്കലും ഒരു ഭർത്താവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യരുത്. അതാർക്കും ഇഷ്ടമില്ലാത്ത കാര്യം, അധികാരത്തെ ചോദ്യം ചെയ്യും. അധികാരത്തെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിങ്ങനെ ഇപ്പോൾ എവിടെയെങ്കിലും പോയാൽ എപ്പോഴാണ് വരിക, അപ്പോൾ എവിടെ എത്തി, അപ്പോൾ കാവനൂരെത്തി, അത് ചിലപ്പോൾ കാവനൂരെത്തി ഉണ്ടാവില്ല. അയാൾ അരിക്കൂടെ എത്തുമ്പോൾ നിങ്ങളെ തൽക്കാലങ്ങളെന്ന് കഴിച്ചിലാകാൻ വേണ്ടിയാണ് അയാൾ കാവനൂർ എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പോൾ ഇയാൾക്ക് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എനിക്കൊരു സ്വയം തരില്ല, ഒരു സ്വാതന്ത്ര്യവുമില്ല, എങ്ങോട്ടൊന്നും അനങ്ങാൻ സമ്മതിക്കില്ല. ഒരു പുരുഷന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് എന്താ ഈ ചോദ്യങ്ങൾ. ഒരു പുരുഷൻ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ചോദ്യമാണ് ഈ ചോദ്യം. എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണ്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മളെ മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത കൊണ്ടാണ് ചോദിക്കുന്നത്. അതേമാതിരി ഒരു സ്ത്രീക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കണതാണ്. എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അത് സഹിക്കാൻ പറ്റും. കുറ്റപ്പെടുത്തുന്ന ഏത് വർത്തമാനങ്ങളും ഒരു സ്ത്രീക്ക് ഉൾക്കൊള്ളാനോ സഹിക്കാനോ കഴിയാത്ത കാര്യങ്ങളാണ് അത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പരസ്പരമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ കാര്യങ്ങൾ. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം പരിഗണനയാണ്. കാരണം ഈ ഭൂമിയിൽ ഏറ്റവും അധികം എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ ഭാര്യയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു ശ്രദ്ധ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ എന്താണ്, അതിനെപ്പറ്റി എൻ്റെ മനസ്സിൽ ഒരു ഓർമ്മ ഉണ്ട്. സാധാരണ ഭാര്യമാർക്കെതിരെ ഭർത്താവിൻ്റെ കാര്യം മാത്രം ഓർമ്മ ഉണ്ടാവില്ല. പേടിയുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അതിലെന്താ വെച്ചാൽ അയാൾ സഹകരിക്കും, എല്ലാ കാര്യവും സഹകരിക്കും. പക്ഷെ കുട്ടികൾ സഹകരിക്കില്ല. കുട്ടികൾക്ക് അതിൻ്റെ സമയത്ത് രാവിലെ പോകുമ്പോൾ ഭക്ഷണമായിട്ടില്ലെങ്കിൽ അവർ പ്രതികരിക്കും. പിന്നെ വയസ്സായ എമ്മി വാപ്പുണ്ടെങ്കിൽ ഓല് പ്രതികരിക്കും. ഇപ്പോൾ നമ്മളൊന്നും ആർക്കും വേണ്ട, നമ്മളെ കാര്യമൊന്നും ആരും ശ്രദ്ധിക്കൂല, ഇപ്പൊക്കെ മടുത്തില്ലേ എന്നൊക്കെ വാപ്പിയും വരും. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിരിക്കും. ഭർത്താവിൻ്റെ കാര്യം പലപ്പോഴും എന്താകും, നമ്മൾ മറന്നു പോകും. അത് വല്ലാത്ത വേദനയും വിഷമം ഉണ്ടാകും. അതിൻ്റെ അർത്ഥം കൺസിഡറേഷൻ, ഒരു പരിഗണന.
അയാൾക്ക് ജോലിക്ക് പോകാണ്ടല്ലോ, അയാൾക്ക് ഇന്ന ഭക്ഷണമല്ലേ പറ്റുള്ളൂ, ഇന്നല്ലേ സമയമുള്ളൂ എന്നുള്ള ഒരു ചിന്ത എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തും, സ്നേഹത്തെ വളർത്തും. അതിനുപകരിക്കുന്നതാണ് അത്തരം കാര്യങ്ങൾ. ആ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധ വേണം. ഞാനൊന്ന് വെറുതെ പറഞ്ഞു നോക്കുകയാണ്, വിവാഹിതരായ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ഒരു ദാമ്പത്യം വിജയിച്ചിട്ടുണ്ടോ, ഇപ്പം നിങ്ങളുടെ ദാമ്പത്യം വിജയകരമാണോ അല്ലയോ എന്ന് നോക്കാനുള്ള ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാമല്ലോ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ദാമ്പത്യം വിജയകരമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് എൻ്റെ കുടുംബ ബന്ധം വിജയകരമാണ് എന്ന് ഈ ലക്ഷണങ്ങളുള്ള ആളുകൾക്ക് പറയാമെന്നാണ് നമ്മുടെ നിഗമനം. ഒന്നെന്താ അറിയോ, ഒന്ന്, ഞാൻ എൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബം വിജയകരമാണെങ്കിൽ എൻ്റെ ഭാര്യയെക്കാളും നല്ലൊരു സ്ത്രീ ലോകത്തില്ലെന്നാണ് ഞാൻ വാദിക്കുക. എൻ്റെ ഭർത്താവിനേക്കാളും നല്ലൊരു പുരുഷൻ വേറെ ഇല്ല എന്നാണ് വാദിക്കുക. ആരെ കണ്ടാലും അയാൾക്ക് എന്തെങ്കിലും ന്യൂനതയുള്ള പോലെ തോന്നുള്ളൂ. നമ്മുടെ ഭർത്താവിനേക്കാളും നല്ലൊരാളില്ല എന്ന് പറയാനേ നമുക്ക് കഴിയുള്ളൂ. ആത്മാർത്ഥമായിട്ട് അങ്ങനെ സംഭവിക്കും. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഒരാൾക്ക് ഒരിക്കലുമില്ല. വേറെ ഒരാൾ ഇതിനേക്കാളും ഉഷാറുണ്ടെന്ന് പറയാൻ ഒരിക്കലും പറ്റൂല. ഞാൻ സത്യയുടെ വേണം, ഒരിക്കലും സാധിക്കില്ല. എത്ര വയസ്സായാലും നമ്മുടെ ഭാര്യയെക്കാളും ഭംഗിയുള്ള ആകർഷണീയമായ മറ്റൊരു മുഖം നമുക്ക് കാണാൻ പറ്റില്ല. അത് വിജയകരമായ ദാമ്പത്യത്തിൻ്റെ ഒരു അടയാളമാണ്. കാരണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അത്രമാത്രം ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട വ്യക്തിയെക്കാളും മറ്റൊരു വ്യക്തി എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് ഒന്ന്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ദാമ്പത്യ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു വിഷമമോ ഒരു പ്രയാസമോ മറ്റൊരാളോട് പറയേണ്ടി വരില്ല. ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് ചില പ്രശ്നങ്ങളോട് അമ്മനോടോ വാപ്പനോടോ പറയേണ്ടതുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. അല്ല, നിങ്ങൾക്ക് തോന്നൂലേ? നിങ്ങളോട് സ്ത്രീ വന്നിട്ട് അടുത്തിരുന്നിട്ട് അവിടെ ഭർത്താവിൻ്റെ കുറ്റം എങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളെന്താ മനസ്സിലാക്കുക? ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു നല്ല നിലക്കല്ലേ എന്നല്ലേ ചിന്തിക്കുള്ളൂ. അങ്ങനെ ചിന്തിക്കുള്ളൂ. നല്ല നിലക്കാണെങ്കിൽ പറയേണ്ടി വരില്ല, ഒരിക്കലും പറയേണ്ടി വരില്ല. വിജയകരമായ ദാമ്പത്യത്തിൽ ഒരിക്കലും ദമ്പതികൾ അവരുടെ വിഷമങ്ങൾ മറ്റൊരാളോട് പറയേണ്ടി വരില്ല. എന്താ കാരണം? അവർ തമ്മിൽ തന്നെ പറഞ്ഞു തീരും. വേറൊരാളോട് പറയേണ്ട കാര്യം വരില്ല, ഉറപ്പാണ്. അത് അവിടെ തീരും. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ വിവാഹം കഴിച്ച ചെറുപ്പക്കാരനെക്കുറിച്ച് നിങ്ങളോട് പ്രത്യേകിച്ച് പരാതികളൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ. എന്ത് അവർ തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണെന്ന് നമുക്ക്. ചില കുട്ടികൾ എന്നത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പനി ഇടങ്ങാറാക്കണ്ട വിചാരിച്ച് പറയാതിരിക്കും. അതല്ല ഞാൻ പറഞ്ഞത്. പറയാൻ അവർക്കില്ലെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ വിചാരിക്കും. മൂന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. അതായത്, ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ദാമ്പത്യത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, അവർ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ തമ്മിൽ ശാരീരികവും മാനസികവുമായ എല്ലാ ബന്ധങ്ങളും എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. ശാരീരികവും മാനസികവുമായ ബന്ധങ്ങൾ എപ്പോഴും സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഒരു പക്ഷേ എനിക്ക് പറയാൻ പരിമിതി ഉണ്ടെങ്കിലും ഒരു കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, വിവാഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ്? ഒരാണും പെണ്ണും ഒന്നാവുന്നത് അവിടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വിവാഹം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇന്നഹു അഗല്ലുൽ ബസർ വ അഹ്സനുൽ ഫർജ്, കണ്ണുകളെ താഴ്ത്താനും ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനാണ് വിവാഹം എന്ന് പറഞ്ഞാൽ, ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചാൽ പിന്നെ ഒരു സ്ത്രീ എന്ന നിലക്ക് വേറൊരു പെണ്ണിനെ നോക്കണ്ടയോ കാണണ്ടയോ അന്വേഷിക്കണ്ടയോ ആവശ്യം വരില്ല. കാരണം ഒരു സ്ത്രീയിൽ നിന്ന് എന്ത് ലഭിക്കണോ അത് അയാൾക്ക് ഭാര്യയിൽ നിന്ന് ലഭിച്ചിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ചില ആളുകളുടെ സംശയം എന്താ വെച്ചാൽ, ചില രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂലേ, ചില സമയങ്ങളുണ്ടാവൂലേ, അതൊക്കെ വെറുതെ പറയാം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടെങ്കിലും ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വൈകാരികമായ കാര്യങ്ങൾക്ക് അതൊന്നും തടസ്സമല്ലെന്നാണ് വിശ്വസിക്കുന്നത്. ഞാനതിന് ഉദാഹരണം പറയാൻ എന്താ വെച്ചാൽ, വെറും ശാരീരികമായ ബന്ധം മാത്രമല്ല യഥാർത്ഥത്തിൽ ലൈംഗികത എന്ന് പറഞ്ഞാൽ. ആണോ? അല്ലല്ലോ.
ഞാൻ പറഞ്ഞത് എത്രയോ ആളുകൾ ഈ ഫോണിൻ്റെ സൈറ്റുകളിൽ വൃത്തികേടുകൾ കാണുന്ന ആളുകളുണ്ട്. ഈ കാണുന്നത് ഏതോ ലോകത്തെ എപ്പോഴോ റെക്കോർഡ് ചെയ്യപ്പെട്ട വൃത്തികേടുകൾ കാണുന്നു. ആ സ്ത്രീകളെ ഇവർ കണ്ടെത്തുന്നേയില്ല. പിന്നെ എങ്ങനെയാണ് അവർക്കൊരു സംതൃപ്തി കിട്ടുന്നത്? കാഴ്ചയിൽ സംതൃപ്തി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ല ഐനാനി സിനാഹുമ അന്നദർ, കണ്ണിൻ്റെ വ്യഭിചാരം, നോട്ടം. കണ്ണുകൊണ്ട് മനുഷ്യന് ലൈംഗികത അനുഭവിക്കാൻ പറ്റും, സംസാരം കൊണ്ട് പറ്റും, സ്പർശനം കൊണ്ട് പറ്റും, കാഴ്ച കൊണ്ട് പറ്റും. ഒരുപക്ഷെ ഹദീസുകൾ വായിച്ചവർക്കറിയാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തനിക്ക് ആർത്തവമുള്ള സന്ദർഭങ്ങളിൽ പോലും ഞാൻ ഏറ്റവും നന്നായി ഡ്രസ്സ് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ട് എന്ന് പറയുമ്പോൾ ശാരീരിക ബന്ധങ്ങളല്ലാത്തതെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു ശുദ്ധിയില്ലാത്ത സമയത്ത് പോലും നടക്കുന്നു എന്നത് പ്രവാചക ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പാഠമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സ്ത്രീക്ക് എപ്പോഴെങ്കിലും ആളുകൾ പറയും രണ്ടാമതൊരു കല്യാണം കഴിക്കാതെ പറ്റൂല. എന്തിനാ ഈ കല്യാണം കഴിക്കണത്? രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നതിൻ്റെ പിന്നിലുള്ള എല്ലാവരുടെയും താല്പര്യം എന്താണ്? ഡ്രസ്സ് അലക്കിത്തരാൻ ഒരാൾ കൂടി വേണമെന്നാണോ? ഡ്രസ്സ് അലക്കിത്തരാൻ ഒരാൾ കൂടി വേണമെന്നാണോ? ഭക്ഷണം വിളമ്പിത്തരാൻ ഒരാൾ കൂടി വേണമെന്നാണോ? അല്ല, പൈസ കുറച്ച് ബാലൻസ് ഉണ്ട്, ഇപ്പോൾ ചിലവാക്കാനൊരു വഴി വേണമെന്ന് വിചാരിച്ചിട്ടാണോ? അതൊന്നല്ലല്ലോ. വിവാഹത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? അതൊരു തെറ്റായ മോഹമാണ്. ഈ രണ്ടാമത് വിവാഹം കഴിച്ച പല ആൾക്കാരും പറയും അതിപ്പോൾ ഒന്നായാലും രണ്ടായാലും ഒക്കെ കണക്കന്നെയാണെന്ന് പറയും. അത് പിന്നെയാണ് അവർക്ക് മനസ്സിലാവുക. മനസ്സിലായി? അത് മനസ്സിലാവുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നിങ്ങൾ ഒരു ഭാര്യക്കത് തിരിച്ചറിയാൻ പറ്റണം. ഞാൻ പറയുന്നത് സഹോദരിമാരെ, ഒരു നല്ല ഡ്രസ്സ്, ആകർഷണീയമായ പെരുമാറ്റം, നമ്മൾ നമ്മുടെ ഭർത്താവിന് വേണ്ടി അണിഞ്ഞു ഒരുങ്ങുക, അതിനെന്താ പ്രശ്നം? ഒരു പ്രശ്നം. ഒന്ന് ഞാൻ പച്ചയായി പറയാം, ഒരു കൺമഷിയിട്ട് കാണണമെങ്കിൽ നമ്മളെ തന്നെ കണ്ടോട്ടെ എന്ന്. ഒന്ന് കൺമഷിയിട്ട് കാണണമെങ്കിൽ നമ്മളെ കണ്ടോട്ടെ. ഒരു നല്ല ഡ്രസ്സിട്ട് കാണെങ്കിൽ നമ്മളെ കണ്ടോട്ടെ. അത് കാണാൻ പുറത്തേക്ക് നോക്കേണ്ടി വരുന്നത് കൂടാന്നുള്ളതാണ്. അതിന് അവസരമുണ്ടാവരുത്. നമുക്ക് കുട്ടികളുണ്ട്, വീട്ടിലാണ്, വാപ്പുണ്ട്, ഉമ്മുണ്ട്, അമ്മായിമ്മയുണ്ട്, അമ്മോശൻ്റെ എല്ലാ പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് അത്ര എല്ലാ സ്ത്രീകളും ഒരുപോലെയാണ്. ഒരു സ്ത്രീക്കും പ്രത്യേകതയില്ല. എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ അത് ഡ്രസ്സിൻ്റെയോ പെരുമാറ്റത്തിൻ്റെയോ ആണ്. ഏത് ഡ്രസ്സും ആർക്കും വാങ്ങിക്കൂടെ? ഏത് ഡ്രസ്സും ആർക്കും വാങ്ങിക്കൂടെ? ഏത് രൂപത്തിൽ ആർക്കും ആവാം. നാം യഥാർത്ഥത്തിൽ ഇനി പഠിപ്പിക്കണം. കാരണം ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ എന്താ നിങ്ങൾ വെറുതെ ഫോൺ നോക്കുമ്പോൾ വൃത്തികേടുകളാണ് ഫോണിൽ വരുന്നത്. ഈ വൃത്തികേടുകൾ നോക്കാതിരിക്കണമെങ്കിൽ, ഇതിലെന്തിരിക്കുന്നു എന്ന് ഒരു കൗതുകവും തോന്നാതിരിക്കണമെങ്കിൽ നാം ചിലത് ശ്രദ്ധിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞാൽ സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ഫോണിലൊക്കെ അവിഹിത ബന്ധങ്ങൾ നടത്തുന്ന പുരുഷന്മാരുണ്ട്. അപ്പം എന്താ പറയുക, ആ പെണ്ണുങ്ങൾ ഇവരോട് നല്ല നിലക്ക് സംസാരിക്കും. എന്തപ്പോൾ ആ സംസാരം ഭാര്യയ്ക്ക് സംസാരിച്ചാൽ പ്രശ്നമുണ്ടോ? നല്ല നിലക്ക് സംസാരിക്കുക, വളരെ നല്ല നിലക്ക്. തിരിച്ചും അങ്ങനെ തന്നെയാണ്, നല്ല നിലക്ക് സംസാരിക്കും. ആ സംസാരം എന്താണ്? നമുക്ക് പരസ്പരം നടത്തിയാൽ, അതായത് നല്ല സംസാരങ്ങളും നല്ല പെരുമാറ്റങ്ങളും ആകർഷണീയമായ ബന്ധങ്ങളും വേണം. അപ്പോൾ ദാമ്പത്യം പരാജയപ്പെടുന്ന എപ്പോഴാണ്? എനിക്ക് കേട്ടപ്പോൾ സങ്കടം തോന്നിപ്പോയി. ഒരാൾ ഇപ്പോൾ അടുത്ത് എൻ്റെ വൈഫ് ഇന്നലെ എന്നോട് പറഞ്ഞതാണ്, ഒരാളെ പറ്റി പറഞ്ഞാണ്. അദ്ദേഹം പിന്നെ എന്താ അറിയോ, ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ഉടനെ, പെൻഷനായ ഉടനെ അയാൾ വേറെ വിവാഹം കഴിച്ചു. വേറെ വിവാഹം കഴിച്ചു എന്ന് മാത്രമല്ല, അയാൾ മുമ്പ് ഭാര്യയ്ക്ക് കൊടുത്തിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും പിൻവലിച്ചു. മുഴുവൻ സ്വത്തും രണ്ടാമത്തെ ഭാര്യയ്ക്ക് നൽകി അയാൾ രണ്ടാമത്തെ ഭാര്യയുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. കേട്ടാൽ തന്നെ നമുക്ക് വിഷമം തോന്നും. അപ്പോൾ എന്താ റിട്ടയർമെൻറ്റ് കാത്തുന്നത്? എന്താ വെച്ചാൽ റിട്ടയർമെൻറ്റ് അല്ലാത്ത സർവീസ് ഇരിക്കുമ്പോൾ വിവാഹം കഴിക്കാൻ ചില പരിമിതികളും നിയമപ്രശ്നങ്ങളും ഉണ്ട്. അത് വെച്ചിട്ടാണ് അയാൾ അതുവരെ വെയിറ്റ് ചെയ്ത് നിന്നത്. ആലോചിക്കുകയാണെങ്കിൽ എത്ര വർഷമാണ് അയാളെ കൂടെ സഹിച്ച പെണ്ണ് ജീവിച്ചത്. ഇപ്പോൾ അവളെ തിരിഞ്ഞു നോക്കാതെ അയാൾ, അതിനൊന്നും ഇസ്ലാമിൽ വകുപ്പില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ടത് ഭാര്യയിൽ നിന്ന് ലഭിക്കണം, ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ടത് ഭർത്താവിൽ നിന്ന് ലഭിക്കണം. ഇത് ഇസ്ലാമിൽ നിർബന്ധ കാര്യമാണ്. രാത്രി ഉറങ്ങണ സമയത്ത് പിന്നെ ഭർത്താവിൻ്റെ പിന്നെ ക്ഷണത്തെ നിരാകരിച്ചാൽ എന്ത് ചെയ്യും? മലക്കൾ ജാനത്തുൽ മലായിക്ക ഹത്ത തുസ്ബിഹ, രാവിലെ വരെ മലക്കൾ ശപിക്കുമെന്ന് പറഞ്ഞ് ഏത് വിഷയത്തിലാണ്? ഏത് വിഷയത്തിലാണ്? ഒരു ഭർത്താവിൻ്റെ ശാരീരികമായ ആവശ്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അതിനർത്ഥം ഒരു സ്ത്രീയുടെ ആരോഗ്യനിലയോ മാനസികാവസ്ഥയോ ഒന്നും പരിഗണിക്കേണ്ടെന്ന് അതിനർത്ഥമല്ല. അതൊക്കെ പരിഗണിച്ച് തന്നെ. പലപ്പോഴും എന്താ അറിയോ, ഒന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നൊരു മാനസികാവസ്ഥയുണ്ട്. അത് ഇസ്ലാമികമല്ല.
മാത്രമല്ല നിങ്ങളുടെ ദാമ്പത്യത്തിന് വലിയ ദുരന്തം നാളെ ഉണ്ടാക്കി തീർക്കുന്ന ഒന്നാണത്. അതുകൊണ്ട് വിജയകരമായ ദാമ്പത്യത്തിൽ എപ്പോഴും ശാരീരികവും മാനസികവുമായ ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമെന്നാണ് അർത്ഥം. മറ്റൊന്ന് കാര്യം, ഇനിയിപ്പോൾ നല്ല വിജയകരമായ ദാമ്പത്യത്തിൽ പിണക്കുണ്ടാവും, തെറ്റാത്ത ഒരു ബന്ധമല്ല, തെറ്റും. പക്ഷെ എന്താ പറയുക, നല്ല മാനസികമായ അടുപ്പമുള്ള ആൾക്കാർ തെറ്റിയാലും പ്രശ്നമല്ല. തെറ്റിട്ട് പിന്നെ അവർ മുണ്ടുകയാണെങ്കിൽ, അവർ ഒന്നിക്കുകയാണെങ്കിൽ അവരുടെ ബന്ധം ശക്തമാവുകയാണ് ചെയ്യുക, ഭയങ്കരമായി കൂടും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് തെറ്റിനല്ലാണ്, തെറ്റിയാൽ എന്ത് ചെയ്യും, ആ ബന്ധം നന്നാവും. അത് ആരമ്മിലാണെങ്കിൽ ഇഷ്ടമുള്ള വിജയിച്ച കുടുംബ ദമ്പതികളാണെങ്കിൽ, അല്ലെങ്കിലോ ആ തെറ്റോടുകൂടെ തീർന്നു, പിന്നെ മുണ്ടലുണ്ടാവില്ല, അതാണ് അവസാനിക്കുക. മനസ്സിലായി? അത് പെട്ടെന്ന് ശരിയാവും. പക്ഷേ ശരിയായി കഴിഞ്ഞാൽ അവർ ഭയങ്കരമായ സ്നേഹവും ബന്ധമായിരിക്കും. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്, ഒരു നല്ല ദാമ്പത്യം ഉണ്ടായി കിട്ടണം എന്ന ആഗ്രഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. എല്ലാ കാര്യങ്ങളിലും അല്പം ബുദ്ധിയും ഇസ്ലാമികമായ നിയമങ്ങളെയും അടിസ്ഥാനമാക്കിയാൽ നമുക്കെല്ലാം വിജയിപ്പിക്കാൻ പറ്റും. മറ്റൊരു കാര്യം മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവും, ഭർത്താവിൻ്റെ മാതാപിതാക്കളും ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവരൊന്നും നമ്മൾ നോക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു അവരുടെ ഭാഗത്ത് നമ്മൾ ഏതൊരാളെയാണോ സംരക്ഷിക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നിരാശപ്പെട്ടു പോകും. നമ്മളിപ്പോൾ ഒരു വയസ്സായ ഒരാളെ എത്ര തന്നെ നോക്കിയാലും ഒരു പക്ഷെ നോക്കാത്ത ആളുകൾക്ക് കിട്ടുന്ന സ്വീകാര്യത പോലും നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ ഈ വാപ്പനെയും ഇമ്മനെയും അമ്മോശനെയും അമ്മായിമ്മനെയും നോക്കണത് എന്തിനല്ല, നിങ്ങൾ എന്ത് ഈ കുട്ടിയാണ് എന്നെ നോക്കിയത്, ഇവളെ കൊണ്ടാണ് ഞാൻ, ഇതൊന്നും പറയും വിചാരിച്ച് നിങ്ങൾ നോക്കരുത്. മനസ്സിലായി? ഈ നോക്കുന്ന ആളുകൾ എപ്പോഴും ഇടപഴകേണ്ടതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മളിൽ നിന്നുണ്ടാവും. നോക്കാത്തവർക്കൊന്നുമില്ലല്ലോ, നോക്കണോലത്തിനല്ല ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യും, അവർ മറ്റുള്ളവരോട് പറയും. അന്ന് അങ്ങനെയായി, അന്ന് അവരൊടുക്ക് പോയ സമയത്ത് എന്ത് ചെയ്തു, ഒരു വരാൻ വൈകിട്ട് ഞാൻ ഇവിടെ ഒറ്റക്കായി, എനിക്ക് പേടിയായി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ദിവസത്തെയാണ്. ബാക്കി 364 ദിവസം നമ്മൾ അവരപ്പോൾ ഇരിക്കേണ്ടിയിരുന്നു. ഒരു ദിവസം ബ്ലോക്കിൽ കുടുങ്ങിയായിട്ട് 1 മണിക്കൂർ വൈകേണ്ടതാണ് ആ പറയണം. അപ്പോൾ അത് നോക്കുന്നവർക്ക് ഉണ്ടാവുള്ളൂ, നോക്കാത്തവർക്ക് എന്താ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത്, ഈ പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നത് ഇസ്ലാമികമായി തന്നെ എന്താ നിങ്ങൾ എളുപ്പത്തിൽ സ്വർഗം കിട്ടാനൊരു വഴിയാണ്. നമുക്ക് ഒരു സൽക്കർമ്മം ചെയ്യാൻ ഒരവസരം എന്ന് മാത്രമേ ഉള്ളൂ ആര്, മാതാപിതാക്കൾ എന്നുള്ളത്. കാരണം അങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ എന്താ നിങ്ങൾ, നമുക്ക് അവരെ നോക്കാൻ കഴിയൂല. ചിലപ്പോൾ എന്ന് വെച്ചാൽ ചില മാതാപിതാക്കളൊക്കെ നമ്മളെ വെറുപ്പിച്ചിട്ടുണ്ടാവും, ജീവിതകാലം മുഴുവനും നമ്മളെ വെറുപ്പിച്ചിട്ടുണ്ടാവും. ഒരു നിലക്കും മനസ്സോടൊരു ഇഷ്ടം പോലും അവരോട് തോന്നാത്തൊരവസ്ഥ ഉണ്ടാവും. എന്നാലും നമ്മൾ നോക്കണം. അപ്പോൾ നോക്കണത് എന്തിനാരെങ്കിൽ ഇവരൊരു പുഞ്ചിരിക്കോ ഇവരിന്നൊരു പ്രതിഫലം കിട്ടാനോ ഒന്നുമല്ല. നോക്കണത് നമ്മൾ എന്തിനാന്ന് ചോദിച്ചാൽ, നോക്കണത് ശരിക്കും നമുക്ക് പടച്ചോരെന്ന് കൂരിട്ടാണ്, എന്നാൽ പോവില്ല, നഷ്ടപ്പെടില്ല. അങ്ങനെ ആവുമ്പോൾ എന്താ നിങ്ങൾ, അവരെന്ത് നമ്മളോട് പറഞ്ഞാലും നമ്മൾ മാന്യമായിട്ടൊരു മറുപടി പറയുള്ളൂ. എത്ര നമ്മളെ അവർ കുറ്റപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നുവോ അത്ര നമുക്ക് എന്തായിരിക്കും, ജീവിതത്തിൽ സന്തോഷവും അതേപോലെ തന്നെ ആഹ്ലാദവുമാണ് നമുക്കുണ്ടായത്. അതാ പരിപാടി. അപ്പോൾ എന്താ ബുദ്ധിമുട്ടുകൾ, അവർക്ക് രോഗം കടുത്ത് വരുമ്പോൾ, നോക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ എനിക്ക് കൂലി കൂടുകയാണ്, എന്നെ കൂലിക്ക് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് വെറുപ്പുണ്ടാവില്ല, ഏതവസ്ഥയും നമുക്ക് തരണം ചെയ്ത് പോകാൻ പറ്റും. അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ നമ്മളെ ബാധിക്കൂല, അവിടെ നന്ദികേട് നമ്മളെ മാനസികമായി തളർത്തില്ല, അധ്വാനങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തില്ല. കാരണം എന്താണ്, റഹിമാൻ ഫറജ്, ഒരു മനുഷ്യൻ്റെ മുഖം നിലത്ത് കുത്തട്ടെ എന്നാണ്. ഏറ്റവും എളുപ്പം സ്വർഗം കിട്ടാൻ പറ്റിയ മാർഗം എന്താ വെച്ചാൽ, ഒരു വയസ്സായ അമ്മനെ വാപ്പനെ നമ്മളെടുത്ത് കിട്ടലാണ്. പരലോകത്തേക്ക് പിന്നെ വേറെ പണി നമ്മൾ നോക്കണ്ട. നമ്മളെ ഈമാനും ഫർളും നിലനിർത്തിയാൽ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് സ്വർഗം നാളെ കിട്ടും, എളുപ്പം സ്വർഗം കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറ്, മാതാപിതാക്കളെ നോക്കുന്നിടത്ത് നിങ്ങൾ ഇസ്ലാമികമായി ശ്രദ്ധിക്കേണ്ട ഒരു ബേസാണ് ഞാൻ പറഞ്ഞു. മക്കളെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എന്താ പറയുക, നമ്മൾ ഏറ്റവും പ്രധാനം നമ്മൾ മക്കളോട് നല്ല നിലക്ക് നിങ്ങൾ പെരുമാറും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം പറ്റും. കാരണം ഒരു കുട്ടിക്ക് ഏറ്റവും അധികം ഒരു കുട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ഉമ്മയാണ്. ഏറ്റവും അധികം ഒരു കുട്ടിക്ക് അധ്വാനം. പക്ഷെ നല്ലൊരു പെരുമാറ്റമില്ലാത്തത് കൊണ്ട് മാത്രം ആ അധ്വാനത്തിൻ്റെ മുഴുവനും ഫലം പോവുകയാണ് ചെയ്യണത്.
നമ്മൾ നല്ലൊരു പെരുമാറ്റമില്ലാത്തതിൻ്റെ പേരിൽ ഈ അധ്വാനം മുഴുവനും വെറുതെ ആവുകയാണ്. ഈ പെൺകുട്ടികളെ കണ്ടല്ലോ, ശരിക്കും ശത്രുവായിട്ടാണ് പല ഉമ്മാരെയും കാണുന്നത്, ശത്രുവായിട്ട്. എന്നാൽ ഉമ്മൻ പറയും അവളെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ ഒരു ഇടങ്ങേറ്, അവളെ സ്കൂളിൽ കറണയച്ചും കോളേജിൽ കറണയച്ചും ഒക്കെയാണ് പറയും. ഞാൻ പറഞ്ഞു, ഇതൊന്നും ചെയ്യാത്ത ആളുകളോട് അവൾക്കുള്ളൊരു ബന്ധം പോലും സ്വന്തം ഉമ്മനോട് നല്ല നിലക്ക് പെരുമാറും. നമ്മളെന്താ ഒരിക്കലും എന്താ വെച്ചാൽ ഒരു തന്മയത്വമില്ലാത്ത വർത്തമാനം നമ്മളെ വാക്കിൽ വരാനേ പറ്റൂല. അത് മൃദുലമായി പറയാത്ത ഒരു വാക്കും ഒരാളിലും ഒരു മാറ്റവും ഉണ്ടാക്കില്ലെന്നാണ് ഖുർആൻ പറഞ്ഞത്. മര്യാദക്കുള്ള വർത്തമാനം മാത്രമേ ഫലം ചെയ്യുള്ളൂ. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, ഭയപ്പെടുകയോ ചിന്തിക്കുകയോ ചെയ്യണമെങ്കിൽ വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, നല്ല വാക്കേ പറയാവൂ. ദേഷ്യപ്പെട്ടോ കോപിച്ചോ പറയുന്ന ഒരു വാക്കിനും നമ്മുടെ കുട്ടികളിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഇത് നമ്മൾ പറയണം, നല്ല നിലക്ക് പറയാം, നല്ല നിലക്ക് സംസാരിക്കാം. നമുക്ക് തോന്നുമ്പോൾ എന്താ എനിക്ക് കുഴപ്പം, ഞാൻ പറഞ്ഞപ്പോൾ എന്താ തെറ്റ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചു പറയുമ്പോൾ അതുണ്ടായിരിക്കും. മാത്രമല്ല ഭാവിയിൽ അവർ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളും നിങ്ങളുടെ മേൽ ആരോപിക്കും. പ്രേമമുണ്ടാക്കുന്ന പെൺകുട്ടികൾ പറയും അതിൻ്റെ ഉമ്മ നല്ലൊരു സ്വഭാവമല്ലാത്തതുകൊണ്ട്, ഒരു സ്നേഹം കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പല പെൺകുട്ടികളും പറയുന്ന കാര്യമാണ്. അതുപോലെ ഹറാമ് ചെയ്യാനുള്ള തെളിവാണോ? പക്ഷെ പറയാൻ അവസരം സൃഷ്ടിക്കരുത്. ഇങ്ങനെ ലളിതമായി നിങ്ങളുടെ കുട്ടിയോട് എല്ലാവരും നല്ല നിലക്കാ സംസാരിക്കും. മാഷന്മാർക്കൊക്കെ നല്ല ഇഷ്ടമാണ്, കാരണം നല്ലോണം പഠിക്കും. അപ്പോൾ നല്ല നിലക്ക അവളോട് പറയും, എല്ലാവരും പറയും, സംസാരിക്കും. പുറത്തുനിന്ന് കാണുന്ന ആളുകളൊക്കെ നല്ല നിലക്ക്. ഒരു പെൺകുട്ടിയാണെങ്കിൽ അറിയാത്ത ആണുങ്ങൾ പോലും നല്ല നിലക്കേ പെരുമാറുള്ളൂ. പക്ഷെ ഉമ്മ മാത്രം അല്ലാതെ പെരുമാറുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റൂല, എന്തുകൊണ്ടാണ് എൻ്റെ ഉമ്മ ഇങ്ങനെ. ഞാൻ നേരാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾ ചൂടായി ദേഷ്യപ്പെട്ടാൽ നേരാവൂ. അപ്പോൾ അത് എന്തിനെന്ന് ചോദ്യമുണ്ട്. മൃദുലമായ സ്നേഹമായി പെരുമാറും. അത് പെരുമാറാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നതിന് രണ്ട് കാരണമുണ്ട്. ഉമ്മക്ക് ഇത്ര ഇഷ്ടമുള്ള കുട്ടിയോട് എന്താ നല്ലക്ക് പെരുമാറാൻ കഴിയാത്തതിന് രണ്ട് കാരണം. ഒന്ന്, നമ്മുടെ മനസ്സിലുള്ള അസ്വസ്ഥതകൾ. നമുക്ക് ഓരോ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ, ചൂടായി വെന്ത് നിൽക്കുമ്പോൾ നമ്മളെന്താണ്, എപ്പോഴെങ്കിലും നമ്മൾ ആ പാത്രത്തിൻ്റെ മൂടിന് തുറന്നാൽ പൊട്ടിത്തെറിക്കേ ചെയ്യൂ. അതന്നെ ഉണ്ടാണ്, ആ പൊട്ടിത്തെറിയാണ്. ആ പൊട്ടിത്തെറി കാണുമ്പോൾ എന്തിപ്പോൾ ഞാൻ ചെയ്തു എന്ന് കുട്ടി ചിന്തിക്കും. ഈ ഉമ്മ ഇപ്പോൾ ചൂടായതിനനുസരിച്ചുള്ള ഒരു പ്രശ്നമൊന്നും ഞാൻ അപ്പോൾ ഉമ്മ ചൂടായത് ഇവളുടെ തകരാറുകൊണ്ടല്ല, ഉമ്മൻ്റെ മനസ്സിലുള്ള ചില വിഷമങ്ങളെ കൊണ്ടാണ്. ഒരു കാരണം അതാണ്. അതിനെന്താ പരിഹാരം? രാത്രി സ്കരിക്കുക, ദിക്റും ദുആയൊക്കെ ചെല്ലുക, എപ്പോഴും ഖുർആൻ കേൾക്കുക, പീസ് റേഡിയോ കേൾക്കുക, എപ്പോഴും സമാധാനത്തിൽ ജീവിക്കുക. അപ്പം നമുക്ക് ദേഷ്യം ഉണ്ടാവില്ല. മനസ്സിലായി? രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ കുട്ടികളിൽ നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. വലുതായി വരുമ്പോൾ, കുറച്ചൊക്കെ വലുതായി വരുമ്പോൾ എന്ത് ചെയ്യും, അവളിൻ്റെ പണിക്കൊക്കെ കൂടിത്തരും, അവൾ നല്ല കുട്ടിയാവും, നല്ലൊരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ എന്തിനും അവൾക്ക് പറ്റും എന്നൊക്കെ നമുക്കിങ്ങനെ എന്ത് ചെയ്യും തോന്നും. പക്ഷെ ഇവരിങ്ങനെ മടി പിടിച്ച് അലസമായി എപ്പോഴും മൊബൈൽ നോക്കി, രാവിലെ വിളിച്ചാലും നീക്കൂല, ഒരു വൃത്തിയില്ല, ഒന്ന് കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കൂല, ഒരു ഡ്രസ്സൊന്നിട്ട് അലക്കൂല, എന്ത് പറഞ്ഞാലും ഒരു ശ്രദ്ധയില്ല, ഒരു സാധനമായിട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ ജീവിച്ചു പോവുക. ഇതിനിപ്പോൾ എന്താ ഭാവിയിലായിത്തീരെ പടച്ചോനെ എന്നാലോചിച്ചിട്ടുള്ള ബേജാറ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പൊട്ടിത്തെറിച്ചു കൊണ്ടേയിരിക്കും എപ്പോഴും. മനസ്സിലായില്ലേ? രാവിലെ നീക്കാത്തതിൻ്റെ ആ ഒരു അമർച്ചക്കാരൻ മനസ്സിലുണ്ടാവുക. അത് നമ്മൾ ഉച്ചക്ക് ചോറിന് വിളിക്കുമ്പോഴുള്ള വർത്തമാനത്തിലാണ് പ്രകടമാകുക. രാവിലെ 8 മണിക്ക് നീച്ചതിനുള്ള ദേഷ്യം നമ്മളെന്താണ്, ഭക്ഷണം എടുത്തിച്ചു വേണമെങ്കിൽ ഒന്ന് തിന്നോ എന്ന് പറയുമ്പോൾ മനസ്സിലെന്താണ്, ഭക്ഷണം തിന്നാൻ പറയാൻ ഇങ്ങനെ പറയണമായിരുന്നു. ചോറൊക്കെ എടുത്തിച്ചിന് വേണമെങ്കിൽ വന്ന് തിന്നോ എന്ന് പറയുമ്പോൾ എന്തിനിപ്പം അത് ദേഷ്യം പിടിച്ച് പറയണം ഉമ്മ? എന്താണ്, ഭക്ഷണം കഴിക്കാത്ത ദേഷ്യമല്ല, മറിച്ച് എന്താ, രാവിലെ നീക്കാത്ത ദേഷ്യം. അങ്ങനത്തെ കുറേ പട്ടികകൾ മനസ്സിലുണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് ഓരോ വർത്താനവും പറയും. ആ ഓരോ വർത്താനം പറയുമ്പോൾ അതിന് കുറച്ച് കനം കൂടും. പിന്നെ രാവും പകലും അവൾ കേൾക്കുന്നതായിരിക്കും. എന്താണ് എന്നോട് ഇത്ര വെറുപ്പ്? ഇപ്പോൾ ചില പെൺകുട്ടികൾ പറയും, ഞാൻ കറുത്തിട്ടായിട്ടായിരിക്കും, ഞാൻ ചൊറുക്കില്ലാഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ പഠിക്കാത്ത കുട്ടി ആയതുകൊണ്ടായിരിക്കും, ഞാൻ ആൺകുട്ടി ആവാഞ്ഞിട്ടായിരിക്കും. അങ്ങനെ കുട്ടികൾ അതിനൊരു ഉത്തരം കണ്ടെത്തും, ഒരു സ്വന്തം ഉത്തരം കണ്ടെത്തും. ആ ഉത്തരവും
ഈ കാരണവും തമ്മിലൊരു ബന്ധവും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് നല്ല നിലക്ക് പെരുമാറിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നാം വിചാരിച്ചതുപോലെ ആക്കി തീർക്കാൻ നമുക്ക് പറ്റാതെ വരും. ബുദ്ധിപരമായി കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടുക, ബുദ്ധിപരമായി എല്ലാത്തിനും നോ പറഞ്ഞ് പറ്റില്ലെന്ന് പറഞ്ഞ് കണ്ണ് കെട്ടി കുട്ടികളെ അധിക കാലം നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റൂല. ഓലി ലോകം കാണും. അത് കാണുമ്പോൾ അവരൊരു പക്ഷേ ഇത്രയും നല്ലൊരു ലോകത്തു നിന്നാണല്ലോ എൻ്റെ വാപ്പിയമ്മയൊക്കെ എന്നെ തടഞ്ഞു വെച്ചതെന്ന് വിചാരിച്ചിട്ട് അവരാ സ്വാതന്ത്ര്യം ഉപയോഗിക്കും. അപ്പോഴാണ് എല്ലാ വൃത്തികേടുകളും അവർ ചെന്നപ്പെടുക. അതുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടെ ആവശ്യമായ ബോധങ്ങളൊക്കെ കൊടുത്ത് അവർ നമ്മൾ വളർത്തണം. ഏറ്റവും നല്ല കാര്യം നമ്മളെല്ലാം കേൾക്കുക. ഇസ്ലാമികമായി ഓരോ വിഷയങ്ങളും നമ്മൾ കേൾക്കണം. ഇപ്പോൾ ഇസ്ലാമിക കുടുംബത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. കുടുംബത്തെക്കുറിച്ച് എത്ര പറയാനുണ്ട്. നമ്മൾ പീസൈഡിലെ സ്നേഹക്കൂട് കുടുംബത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ കേൾക്കണം. കേൾക്കുമ്പോൾ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതിൻ്റെ കുറേ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, വരും. കുറേ സ്ത്രീകൾ വോയിസ് അയക്കുമ്പോൾ പറയും കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു, അതിനൊക്കെ എന്താണ് പരിഹാരം ഞാൻ ചിന്തിച്ചത്, പക്ഷെ ഒക്കെ റേഡിയോ കേട്ടൊക്കെ പരിഹരിച്ചു. ഇനി ഒരു പ്രശ്നമുണ്ട്, അതിന് നിങ്ങളൊരു മറുപടി പറയുന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ 10 പ്രശ്നം പരിഹരിക്കാൻ കേൾവി കൊണ്ട് പറ്റുമെങ്കിൽ ഒരു പ്രശ്നം മാത്രമേ നമ്മൾ ചിലപ്പോൾ വ്യക്തിപരമായി ചോദിച്ചറിയേണ്ടി വരുള്ളൂ. കേൾക്കണം. നമ്മുടെ കുട്ടികൾക്കും അവസരം ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മുടെ കൗമാരപ്രായത്തിലാണ് കുട്ടികൾ വഴിതെറ്റിപ്പോവുക. ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ബോധം അവർക്ക് അപ്പം കൊടുക്കണം. നമ്മൾ ഈ CRE കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടതാണ്. CRE എന്നൊരു പരിപാടി നമുക്ക് ഇവിടെയൊക്കെ ഉണ്ടാവും ഞായറാഴ്ചകൾ രാവിലെ സമയത്ത്. നമ്മൾ എന്തായാലും കുട്ടികളെ അതിലെന്ത് ചെയ്യണം, കൊണ്ടാക്കണം. ആ ക്ലാസ്സുകൾ നിലനിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം. കാരണം ആഴ്ചക്കൊരു ബോധം അവർക്ക് കൊടുത്താൽ ഒരാഴ്ച ഒരു സമാധാനം കിട്ടും. ഒരാഴ്ച ഒരു ക്യാമ്പിനോ പരിപാടിക്കോ പോയി നമ്മളെ കുട്ടികൾ വന്നാൽ 2 ദിവസം ഒരു സമാധാനം ഉണ്ടാവില്ല. അതാണ് ഒരു ദിവസം ആഴ്ചക്കൊരു ക്ലാസ്സിന് പോയാൽ ഒരാഴ്ചക്കൊരു സമാധാനം കിട്ടും. ആ സമാധാനം കിട്ടണമെങ്കിൽ ഇത് കേൾവി കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. കേൾക്കാനും പഠിക്കാനും ഒക്കെ അവസരമുണ്ടാകുക. നമ്മുടെ നല്ല ദാമ്പത്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ നോക്കി പ്രാർത്ഥിക്കാം. നമ്മുടെ നല്ലൊരു ദാമ്പത്യം, ഒരു കുടുംബജീവിതം അള്ളാഹു നമുക്ക് സാധ്യമാക്കി തരുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി